കോഴിക്കോട് KCCTU സഹയാത്രിക പ്രസന്റ് ചെയ്യുന്ന ദ പേൾസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പം ഈ ഒരു സാറ് നമ്മളെ ശങ്കരുണ്ണി സാറിന്റെ ദ പേൾസ് എന്ന ഈ ടോപ്പിക്കിലുള്ള ക്ലാസ് കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. സാറിനും അതുപോലെ തന്നെ വെൽക്കം ചെയ്യാണ് ഈ പ്രോഗ്രാമിലേക്ക്. ഞാൻ ഇതിന്റെ പിന്നെ നമ്മുടെ ഇത് മാമിനെ ഇതിന്റെ ഗീതം ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കുമുദി മാമിനെ ഇതിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഞാനിതിലേക്ക് കടക്കാം. ഉണരുക ഉണരുക സഹയാത്രികരെ, വിജയ പതാക പറത്തിടാൻ. ഉണരുക ഉണരുക സഹയാത്രികരെ, വിജയ പതാക പറത്തിടാൻ. ഉലകിലുയർന്നു പറന്നു നടക്കാൻ സ്നേഹച്ചിറകുകൾ നൽകിടാം. ഉലകിലുയർന്നു പറന്നു നടക്കാൻ സ്നേഹച്ചിറകുകൾ നൽകിടാം. KCTTUവിൻ തണലിൽ ഉയർത്തിയിടാം. തണലിൽ കോട്ടകൾ കെട്ടിയുയർത്തിയിടാം. ക്രിയാശക്തിയായി പ്രപഞ്ച ശക്തിയായി വർത്തിക്കാം. ക്രിയാശക്തിയായി പ്രപഞ്ച ശക്തിയായി വർത്തിക്കാം. ദുർബലയല്ല വളബലയുമല്ല സാന്ത്വനമേകിടാം. ദുർബലയല്ല വളബലയുമല്ല സാന്ത്വനമേകിടാം. സഹയാത്രികയായി കൂടെ ചേർക്കാം, താങ്ങും തണലും നൽകിയിടാം. സഹയാത്രികയായി കൂടെ ചേർക്കാം, താങ്ങും തണലും നൽകിയിടാം. സ്നേഹധ്വനിയാൽ കേരളമാകെ ഒറ്റക്കെട്ടായി മുന്നേറാം. സ്നേഹധ്വനിയാൽ കേരളമാകെ ഒറ്റക്കെട്ടായി മുന്നേറാം. സംഘചത്വം മുഴക്കിയെന്നും വിശ്വസ്നേഹമുണർത്തിയിടാം. സംഘചത്വം മുഴക്കിയെന്നും വിശ്വസ്നേഹമുയർത്തിയിടാം. ഉണരുക ഉണരുക സഹയാത്രികരെ, വിജയ പതാക പറത്തിടാം. ഉണരുക ഉണരുക സഹയാത്രികരെ, വിജയ പതാക പറത്തിടാൻ. ഉലകിലുയർന്നു പറന്നു നടക്കാൻ സ്നേഹച്ചിറകുകൾ നൽകിയിടാം. ഉലകിലുയർന്നു പറന്നു നടക്കാൻ സ്നേഹച്ചിറകുകൾ നൽകിയിടാം. സ്നേഹച്ചിറകുകൾ നൽകിയിടാം. സ്നേഹച്ചിറകുകൾ നൽകിയിടാം. താങ്ക് യു. നല്ല പോയിന്റ് ഉണ്ട്, നല്ല പ്രശ്നമില്ല. താങ്ക് യു. മാമിന്റെ ഗീതം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് നമ്മളൊക്കെ കേട്ടിരുന്നു പോകുന്നത്. അത്രയും നല്ലൊരു ഈണത്തിലാണ് മാം അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ KCCTUവിന്റെ ട്രഷററായ ആനി മാമിനെ വെൽക്കം അഡ്രസ്സിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ആനി മാം. മാം മ്യൂട്ടാണ്. സോറി. താങ്ക് യു ജിൽനറ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഈ നമ്മുടെ KCTTU കോഴിക്കോട് സഹയാത്രികയുടെ പൂമുഖവാതിൽക്കൽ വന്നു നിൽക്കുന്ന എല്ലാവരെയും സ്വാഗതം പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും എൻ്റെ സ്വന്തം പേരിലും അതുപോലെ KCTTU സഹയാത്രികയുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ തേഴ്സൺ മാം ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. മാം കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ലെഫ്റ്റ് ആയിരിക്കുകയാണ്. മാമിന് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ KCTTU
കോർഡിനേറ്റർ, സഹയാത്രികയുടെ കോർഡിനേറ്റർ സുമിത്ര കൊടക്കോട്ടിൽ മാം നമ്മളോടൊപ്പമുണ്ട്. മാമിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജുൽനറ പറഞ്ഞതുപോലെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് ശങ്കരനുണ്ണി സർ വന്നിരിക്കുന്നത്. സാറിന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ സാർ നമ്മളോട് ഷെയർ ചെയ്യും എന്നാണ് സിനി മാമിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകൾക്കായി കാതോർക്കാം. സാറിനെ ഈ പരിപാടിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KCTTU സെക്രട്ടറി അനൂപ് മാളിയേക്കലിനെ സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം. വീണ്ടും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ കൺവീനർ സിനി ജോൺ, ജുൽനറ, പ്രാർത്ഥനാ ഗീതം ആലപിച്ച കൗമുദി മാം, എല്ലാവരെയും ഈ സന്തോഷത്തിന്റെ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാനിരിക്കുന്നത് നമ്മുടെ ബേബി ടീച്ചർ യാത്രയിലായിരിക്കും, വരാം എന്ന് ഏറ്റിട്ടുണ്ട്. മാമിനും സ്വാഗതം. അതേപോലെ സ്റ്റേറ്റ് ട്രഷറർ ശ്രുതി മാം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവർ ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും ശ്രുതി മാമിനും സ്വാഗതം അർപ്പിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും എൻ്റെ മുന്നിൽ ഈ സ്ക്രീനിൽ കാണുന്ന മുനീറ നാസർ, ഡോളി, തുഷാര നായർ, ജാൻസി മാത്യു, നഫീസ, ഷെറീന, ആശ മാം കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ സുസ്വാഗതം അർപ്പിക്കുന്നു. താങ്ക് യു ജുൽനറ. ഓവർ ടു യു. സുമിത്ര മാമിനെ ക്ഷണിക്കാണ്. നമ്മുടെ ചെയർപേഴ്സൺ അഡ്രസ്സിന് വേണ്ടി നമ്മുടെ KCTയുടെ കോഴിക്കോട് വിങ്ങിന്റെ കോർഡിനേറ്റർ ആണ് സുമിത്ര മാം. സുമിത്ര മാം. താങ്ക് യു ജുൽനറ. എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരുപാട് വിപുലമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല, കാരണം നമ്മുടെ സമയം പരിമിതമാണല്ലോ. KCTTU സഹയാത്രികയ്ക്ക് കോഴിക്കോടിന്റെ വളർച്ചയുടെ പടവുകളിൽ എന്നും കൂട്ടായി നിങ്ങളുണ്ട് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. സഹയാത്രികയുടെ സാർവത്രിക ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഊർജം നൽകുന്ന കോഴിക്കോട് സഹയാത്രിക കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. വിലയേറിയ സമയം നമുക്കൊപ്പം ചെലവഴിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമ്മെ മുന്നോട്ട് നയിക്കുന്ന അവരുടെ വിലപ്പെട്ട ഉപദേശങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വേണ്ടി ഇന്ന് അറിവ് പകരാനെത്തിയ നമ്മുടെ മുഖ്യാതിഥി ശങ്കരനുണ്ണി സാറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. താങ്ക് യു. ഓവർ ടു യു ജുൽനറ. താങ്ക് യു സോ മച്ച് സുമിത്ര മാം. മാം സ്റ്റേറ്റ് കൺവീനർ അഡ്രസ്സിന് വേണ്ടി ബേബി മാം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മാം. അതുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ഗസ്റ്റിനെ ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ മാമിനെ ക്ഷണിക്കാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് MC ആവുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടെ. നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് താങ്ക് യു സോ മച്ച്. സിനി മാം, യു ആർ മ്യൂട്ടഡ്. ഇല്ലമാമോ, നന്നായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ പോയിക്കോളൂ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ശങ്കരനുണ്ണി സാർ, ഗുഡ് ഈവനിങ്. പ്രിയമുള്ളവരെ, നമുക്കറിയുന്നത് പോലെ ബഹുമാന്യായ ശങ്കരനുണ്ണി MK DTM ആണ് നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ. അദ്ദേഹം 1980 മുതൽ സൗദി അറേബ്യയിലാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. അവിടെ അൽതുർക്കി ഗ്രൂപ്പിലെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ് സാറ്. ഫിനാൻഷ്യൽ രംഗത്ത് 40ഓളം വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ ഇന്ന്
ആ രംഗത്തെ വൈദഗ്ധ്യത്തിന്റെ പേരിലല്ല സാർ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. പിന്നെയോ ജോലിയോടൊപ്പം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വളർത്തി വലുതാക്കിയെടുത്ത ഒരു പാഷന്റെ പേരിലാണ്. കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് ട്രെയിനിങ് രംഗത്ത് ഫലേച്ഛയില്ലാതെ വളരെ ആവേശത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് ശങ്കരനുണ്ണി സാറ്. 126 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലില് സാറ് 2012 മുതൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് 2018 സംഘടനയിലെ ഏറ്റവും ഉയർന്ന ലെവലായ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ ആയി ആ പദവിക്ക് അദ്ദേഹം അർഹനായി. പിന്നീട് അങ്ങോട്ട് യൂത്ത് എംപവർമെന്റ് എന്ന ഒരു വിഷന് വേണ്ടിയിട്ട് ഒട്ടനവധി യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും എൻറോൾ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, എൻറിച്ച് ചെയ്യുക എന്നൊരു വലിയൊരു മിഷൻ സാർ നടപ്പാക്കി വരുന്നു. നാട്ടില് പാലക്കാട് ജില്ലയിലെ കൂട്ടനാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഭാര്യയും 2 പെൺമക്കളുമാണ് വീട്ടിലുള്ളത്. ആ സന്തുഷ്ട കുടുംബത്തിലെ 2 പെൺമക്കളും കല്യാണം കഴിച്ച് നാട്ടിൽ തന്നെ സെറ്റിൽഡായി സന്തോഷത്തോടെ ജീവിക്കുന്നു. കൊച്ചുമക്കളുടെയൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സാറ് നാട്ടിൽ നിന്ന് പോയിട്ട് 40 വർഷമായെന്ന് പറഞ്ഞാലും നാടിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. നാട്ടിലെ വിവിധ സാംസ്കാരിക വായനശാല അതുപോലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളായും ഇപ്പോഴും സാറ് വളരെയധികം യോജിച്ച് പ്രവർത്തിക്കുകയും അവരെ എല്ലാ വിധത്തിലും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഇനി വ്യക്തിപരമായി പറഞ്ഞാല് ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ സാറിന്റെ സഹപാഠിയാണ്. അതോടൊപ്പം അദ്ദേഹം എൻ്റെ ഗുരുവുമാണ്. അനുഭവങ്ങൾ എങ്ങനെയാണ് ഒരാളെ ഏറ്റവും വിനയവും സഹകരണവും സ്നേഹവും പ്രവർത്തന മികവും ഒക്കെ ഉള്ള ആളാക്കി മാറ്റുന്നതെന്ന് ശരിക്കും സാറിലൂടെ നമുക്ക് പഠിക്കാനാകും. സാറിന്റെ ഇന്നത്തെ വിഷയം ദ പേൾസ് എന്നാണ്. വളരെ വിലപിടിച്ചതെന്തോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കായി സാർ കാത്തു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. സാർ, hearty welcome to the session. Now stage is yours. Thank you so much for introducing in a wonderful way. I'm so elevated. സിനിമയുടെ ആരാണ് ഇതില് കൺട്രോൾ ചെയ്യുന്നത്, സെഷൻ കൺട്രോൾ ചെയ്യുന്നത്? ഞാനാണ് ഹോസ്റ്റ് സാർ. ഓക്കെ, അപ്പൊ എനിക്ക് 30 മിനിറ്റിലും 40 മിനിറ്റിലും 45 മിനിറ്റിലാവുമ്പോ ടൈം പറയാം. ഓക്കെ ഓക്കെ സാർ, ഞാൻ പറഞ്ഞോളാം. 45. ഓക്കെ, അത് ഞാൻ സംസാരിച്ചിരിക്കുകയാണെങ്കിലും കൂടി പറഞ്ഞോളൂ, അത് ഇഷ്യൂ. ഓക്കെ, തീർച്ചയായിട്ടും. വളരെ സന്തോഷം എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തിയതിൽ. ഞാൻ ഒരുപാട് ആകാശം മുട്ട വളർന്നുപോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. എന്തായാലും നിങ്ങളൊക്കെ കാണാൻ, സത്യത്തിൽ 2020 എനിക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ല. എനിക്ക് 2 ലീവുള്ള ആളാണ്. നാട്ടിൽ വന്ന് 2 തവണ ലീവിൽ വരാൻ പറ്റുന്ന ആളാണ്. പക്ഷേ ഈ കോവിഡ് കാരണം 2 ലീവ് നഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എൻ്റെ ടീമിലുള്ള എല്ലാവർക്കും നഷ്ടപ്പെട്ടു. പക്ഷേ കമ്പനി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക നഷ്ടമൊന്നുമില്ല. പക്ഷേ ഫാമിലിനെ കാണാനുള്ള ആ ഒരു വിഷമം, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് സൗദി അറേബ്യ എന്നാണ്. 2 അമൂല്യമായ പേളുകളുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. അത് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 2 പേളുകൾ. അത് മക്കയും മദീനയാണ്. അത് ഓരോ ദിവസം കഴിയുന്നവർ അതിന് ഷൈൻ ചെയ്തു വരുന്ന 2 പേളുകളാണ്. അതുപോലെ തന്നെ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറയും. വലിയ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല. നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുള്ളൂ. അപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും പേളിന്റെ ആഭരണങ്ങളുണ്ടോ? ആർക്കെങ്കിലും കയ്യിൽ പേളിന്റെ ആഭരണങ്ങൾ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ പേള് കണ്ട ആൾക്കാർ? പേളിന്റെ എത്ര കളക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെ കയ്യിലും ആഭരണം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. ഓക്കെ, അപ്പൊ പേളാണ് എന്ന് എൻ്റെ സബ്ജക്റ്റ്. നമ്മള് മുത്തുകള്, അത് 2 തരത്തിലുള്ള പേളാണുള്ളത്. ഒന്ന് നാച്ചുറൽ ആയിട്ടുണ്ടാവുന്നതും പിന്നെ ഒന്ന് കൾച്ചേർഡ് ആണ്. ഈ നാച്ചുറൽ ആയിട്ടുണ്ടാവുന്നത് കടലിലാണ്, ഉപ്പുവെള്ളത്തിൽ നിന്നാണ് അതുണ്ടാവുക. മുത്തുച്ചിപ്പി എന്നാണ് അതുണ്ടാവുന്നത്.
അത് കുറേ വർഷങ്ങളെടുക്കും, 6 മാസം എടുക്കും ഒരു ചെറിയ പേളാവാൻ. അത് വലുതാവണമെങ്കിൽ 4 വർഷത്തോളം എടുക്കും ഒരു വലിയ പേളുണ്ടാവും. അതിങ്ങനെ ഷൈൻ ചെയ്ത് വരുമ്പോൾ പല കളറിലുണ്ട്, വെള്ള എല്ലാ വിധത്തെ കളറിലും അതിങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പാർട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ മുത്താണെങ്കിൽ അതിങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പേളിന്റെ പ്രത്യേകത. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു മൂല്യമുള്ള ഒരു ഇതാണ് പേൾ. അപ്പൊ അതിന്റെ മൂല്യം വർദ്ധിച്ചു വരുന്നതോട് കൂടിയിട്ട് അതിന്റെ അവൈലബിലിറ്റി കുറയുകയും പിന്നെ അത് ലോകത്തിൽ അപൂർവമായിട്ട് മാറുകയൊക്കെ ചെയ്തു. ആളുകളുടെ ഡിമാൻഡുകൾ കൂടി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിന് കൾച്ചേർഡായിട്ട് ഈ നാച്ചുറൽ വാട്ടറിൽ അത് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ 2 പേളായിട്ട് വരുന്നത്, ഒന്ന് നാച്ചുറലും ഒന്ന് കൾച്ചേർഡായിട്ട് വരുന്നത്. ഇതിൽ നാച്ചുറലായിട്ട് ഇത് പേർഷ്യൻ ഗൾഫ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു കടൽ തീരങ്ങളിലാണ് പേളിനെ കൂടുതൽ നമുക്ക് കാണുന്നത്, നാച്ചുറൽ പേൾ. പിന്നെ അതിന്റെ ദൗർലഭ്യം വന്നപ്പോൾ കൾച്ചേർഡായിട്ട് അത് ചൈന അതുപോലെ ജാപ്പാൻ ഇവരൊക്കെയാണ് അത് കൾച്ചേർഡായിട്ട് കൊണ്ടുവന്നിട്ട് അത് വ്യാപകമായിട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ മാർക്കറ്റിൽ സുലഭമാക്കി മാറ്റി. ഒരു നാച്ചുറൽ പേൾ ഉണ്ടാവാൻ 10,000 കക്ക തെരഞ്ഞാലേ ഒരെണ്ണം കിട്ടും. അത്രയും അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്താണ് പേൾ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങള് സൗദി അറേബ്യയിൽ നിന്ന് ഒരു പാലം കടന്നാൽ ഒരു 24 കിലോമീറ്ററുള്ള പാലാണ്, കടലിന്റെ മുകളിൽ കൂടെ പോകണം. അപ്പോൾ അത് കടന്നു കഴിഞ്ഞാൽ ബഹ്റിൻ എന്ന് പറഞ്ഞൊരു സ്ഥലം, ചെറിയൊരു ഐലൻഡാണ്. നമ്മുടെ നാട്ടുകാർ ഒരുപാട് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്റർടൈനറൊക്കെ കുറച്ചുകൂടി നല്ല മസാല ദോശയൊക്കെ അവിടെ കിട്ടും. ഞങ്ങൾ സൗദി അറേബ്യയിൽ അത്ര വലിയ കുക്ക് ഒന്നും വന്നിട്ടില്ല, മലയാളികളൊന്നും വന്നിട്ടില്ല. അപ്പൊ നല്ല മസാല ദോശയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ ബഹ്റൈനിൽ പോകും. അപ്പൊ അവിടെ എനിക്ക് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആദ്യം ഞാനൊരു പേളൊക്കെ മേടിച്ച് എൻ്റെ വൈഫിന് സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലാക്കുന്നത് അത് റിയൽ മൂല്യമുള്ള പേൾ ഇതൊന്നും അല്ലാന്ന്. അപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കൾ അവിടുത്തെ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട്, ഷോപ്പിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്, അവരെനിക്ക് കാണിച്ചിട്ട് ഇതാണ് എൻ്റെ പേൾ. അതൊന്നും നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല, അത്രയും മൂല്യമുള്ളത്. രാജകൊട്ടാരങ്ങളുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്രയും പൈസ ഉള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ മൂല്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷനിൽ വന്ന് ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ അതിന് മുന്നേ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് സ്ക്രീൻ ഷെയറിങ്ങിന്റെ ഇത് കിട്ടാം, കോ ഹോസ്റ്റ് ആക്കണം. ഷുവർ സർ. ആയിട്ടുണ്ട് സർ. ആയിട്ടുണ്ടല്ലേ? ഓക്കെ. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടാവും അല്ലേ? കാണാം. അപ്പൊ ഇതില് ഈ നിൽക്കുന്ന കുട്ടികള് ഇത് എന്റെ ക്ലബിലെ കുട്ടികളാണ്, എന്റെ കമ്പനിയിലെ പാരന്റ്സിന്റെ ഒക്കെ കുട്ടികളാണ്. ഞാൻ പറഞ്ഞല്ലോ, മാഡം പറഞ്ഞല്ലോ, യൂത്ത് എംപവർമെന്റ് എന്റെ ഒരു വിഷനാണ്. അപ്പൊ ഇവരെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതുപോലെ മറ്റ് പുറത്തും എനിക്ക് യൂത്ത് എംപവർമെന്റിന് വേണ്ടി ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ ടോസ് മാസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഈ നിൽക്കുന്ന സന്ദീപ് ശ്രീനിവാസൻ സൗദി അറേബ്യൻ ചാമ്പ്യനാണ് സ്പീച്ചിൽ. അതുപോലെ തന്നെ ഒരു 2 മാസം മുമ്പ് ലോകത്തിൽ 3rd നമ്പറായിട്ട് വന്നു. ഹരിത ശ്രീകുമാർ ഇൻസ്റ്റന്റ് സ്പീക്കറാണ്, എപ്പോ വേണമെങ്കിലും എന്ത് ചോദ്യം കൊടുത്താലും മാർവലസ് ആയിട്ട് ആൻസർ ചെയ്യും, ചാമ്പ്യനാണ്. ഇദ്ദേഹം റഡാ മോവാസ് പൗസി ഈജിപ്ഷ്യനാണ്, ഹ്യൂമറസ് സ്പീക്കറാണ്. അപ്പോൾ എൻ്റെ വിഷൻ യൂത്ത് എംപവർമെന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ കുട്ടികളെ അല്ലെങ്കിൽ ആര് വേണമെങ്കിലും എൻറോൾ ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് എൻട്രിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിത അഭിലാഷം. അതിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ സിനി മാഡത്തിനെ പരിചയപ്പെടുന്നതും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്.
അപ്പൊ ഈ പേഴ്സിനെ പറ്റി വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ നമ്മളിലേക്ക് നോക്കി തന്നെ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് കാണുന്നു. അത് പുറത്തൊന്നും പോയി നോക്കേണ്ട ആവശ്യം നമ്മുടെ തന്നെയാണ്. അതിനെ ഊട്ടിയുറച്ച് അതിനെ ഷൈനിങ് ആക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കണ്ണു. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മളൊരു പേളായിട്ട്. അത് എങ്ങനെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ക്ലാസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ലൈഡിലേക്ക് പോവാം. ഇത് 1965 എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ ഒരു സെൻഡ് ഓഫ് പാർട്ടിക്ക് വേണ്ടി എടുത്ത ഫോട്ടോ ആണ്. ഇതിൽ ഈ നിൽക്കുന്നത് ഞാനാണ്. എനിക്ക് 6 വയസ്സാണ്. ഇതെൻ്റെ അമ്മയാണ്, ദേവകി ടീച്ചർ എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ അമ്മയുടെ കൈ ആ കസേരയുടെ താഴെ വെച്ചിരിക്കുക. ഞാനാണ് കൈ ആ കസേരയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ അമ്മ എന്താ ചെയ്തിരിക്കുന്നത്, മോന് സൗകര്യത്തോടെ കൂടി നിൽക്കാനായിട്ട് കൈ താഴെ വെച്ചിരിക്കുക. ഒരു കെയർ അവിടെ നമുക്ക് കാണുന്നു. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു. ഇതൊരു ഫോട്ടോ ആണ്. ഇപ്പോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ ഫോട്ടോ ഞാനിവിടെ പ്രദർശിപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ കരുതായിരുന്നു, ഇതൊരു ഫോട്ടോ അല്ല, ഞാൻ ശരിക്കും നന്നായിട്ട് ഇരിക്കട്ടെ, മോനോട് കുറച്ച് കൈ താഴ്ത്തി വെച്ചിരിക്കട്ടെ, അവനോട് അത് പറയട്ടെ. അങ്ങനെയല്ല എൻ്റെ അമ്മ കരുതി. എൻ്റെ മോൻ അവൻ്റെ ഇഷ്ടപ്രകാരം സൗകര്യത്തോടെ നിൽക്കട്ടെ, എനിക്ക് ഇങ്ങനെയൊക്കെ മതി. അപ്പൊ ആ ഒരു കെയറാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം കുട്ടിക്കാലത്തോ എപ്പോഴെങ്കിലും ഒരാൾ നിങ്ങളെ കെയർ ചെയ്യുന്ന രീതി ഉണ്ടായിട്ടുണ്ടോ? ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. സിനി മാഡം തന്നെ പറയൂ, ഒരു എക്സ്പീരിയൻസ് പറയൂ. മറ്റുള്ളവരൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആണ്. ഞാനൊരു കോട്ടൊക്കെ ഇട്ടിരിക്കുമ്പോൾ അവർക്ക് വലിയൊരു എന്തോ തോന്നിയിട്ടുണ്ടാവും. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. നാട്ടിൽ വന്നാൽ ഒരു കാവി മുണ്ടും ഒരു ടീഷർട്ടാണ് എൻ്റെ വീട്ടിലെ ഡ്രസ്സ്. പുറത്തിറങ്ങിയാൽ ഒരു വെള്ള മുണ്ടും ഒരു ഷർട്ടുമാണ്. ഓക്കെ സാർ, ഞാൻ പറയാം. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് വളരെ കെയർ കിട്ടിയിട്ടുള്ള ഒരാളാണ് എൻ്റെ പപ്പായുടെ ഇളയ പെങ്ങള് ഡോളി. ആൻറ്റി എൻ്റെ പപ്പായുടെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് ജനിച്ച പെങ്ങളാണ്. എന്നെക്കാൾ 3.5 വയസ്സേ കൂടുതലുള്ളൂ. അപ്പൊ ഞാൻ മൂത്ത കുട്ടിയാണെങ്കിലും കുട്ടിക്കാലത്ത് എവിടെ പോകുമ്പോഴും എന്നെ കൈയോട് കൈ പിടിച്ച് എപ്പോഴും ആൻറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ഈ എൻ്റെ ജീവിതത്തിൽ കെയറിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇത് തന്നെ പറയാൻ കാരണം, ഇന്ന് ഞാൻ പറഞ്ഞു ഒരു ലൈഫിൽ നിന്നുള്ള ഒരു മെസ്സേജ് തരാന് ഒരു വ്യക്തി ഇന്നൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, ഞങ്ങൾ കോഴിക്കോടാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ, എന്നാ എനിക്കൊന്ന് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആന്റി ഇത് കേൾക്കണം, ഇത് കാണുന്ന ഡോളി എന്ന് പറഞ്ഞ ആള് എന്റെ ആന്റിയാണ്. താങ്ക് യു. സന്തോഷം ഡോളി മാം. അപ്പൊ ഇതാണ് ഒരു കെയറിനെ പറ്റിയിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന രീതി. അതാണ് സിനി മാഡം പറഞ്ഞത്. ഈ അധ്യാപകർക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് 1965-70 കാലഘട്ടമാണ്. കേരളത്തിൽ പട്ടിണി കുത്തിക്കാളുന്ന കാലഘട്ടം. അന്ന് ഈ പൂളക്കിഴങ്ങൊക്കെ വട്ടുകളൊക്കെ ആക്കിയിട്ടാണ്, അത് ഉപ്പുമാവൊക്കെ ആക്കിയിട്ടാണ് ആളുകൾ കഴിച്ചിരുന്നത്. അപ്പൊ ഇതിൽ ദാരിദ്ര്യമുള്ള കുട്ടികൾ ഈ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അമ്മ അതുപോലെ തന്നെ ഈ ടീച്ചർമാര് അവരോട് പറയും, വലിയ തൂക്കുപാത്രം കൊണ്ടുവരാൻ. എന്നിട്ട് അതില് ഈ അമേരിക്കൻ സൂചി ഗോതമ്പ് നിറച്ച് വീട്ടിലേക്ക് കൊടുത്തായി. അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ അമ്മോട് ചോദിക്കും, അമ്മ ഇത് ഉച്ചയ്ക്ക് അവര് നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ടല്ലോ, ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അമ്മ വീണ്ടും ഇങ്ങനെ കുറെ കൊടുക്കുന്നത്, അത് തെറ്റല്ലോ? അപ്പൊ അമ്മ പറയാറുണ്ട്, ഇവരുടെ വീട്ടിലൊക്കെ പട്ടിണിയാണ്. നമ്മൾ വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ, അവരുടെ വീടുകളിൽ എങ്ങനെ അവർ ജീവിക്കുന്നു അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യും. അവിടെ ആ അധ്യാപകർ കാട്ടിയ കെയർ അതായിരിക്കണം. അങ്ങനെ കെയർ ചെയ്യാൻ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയിട്ട് ഇത്തരം ആളുകളുണ്ടോ എന്ന് മനസ്സിലാക്കി കെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മൂല്യം. ഇത് പട്ടാമ്പി ഗവൺമെന്റ് സാൻസ്ക്രിറ്റ് കോളേജാണ്. ഇവിടെ
ആണ് ഞാൻ വിദ്യാഭ്യാസം നടത്തിയത്. ആ കോളേജിന്റെ ഒരു സൈഡിൽ ഒരു ബിൽഡിങ്ങിൽ ഞാനും എൻ്റെ പ്രണയിനിയും കൂടി ഇരിക്കുന്ന ചിത്രമാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. എൻ്റെ ലവറാണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ലവേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ബുദ്ധിമുട്ടാണല്ലേ പറയാ അടുത്ത ക്ലാസ്. എല്ലാരും വീട്ടിലല്ലേ ഇരിക്കുന്നേ. അതെ അതെ അതെ. സാർ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ ഇല്ലായിരുന്നു. ഉള്ളതുപോലെ പറയാൻ അങ്ങനെ ഇല്ലായിരുന്നു. ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൺഗ്രാറ്റ്. അപ്പൊ എന്തായാലും പറയണ്ട, അടുത്ത ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പറയാൻ. അപ്പൊ അങ്ങനെ ഒരു പ്രേമകഥ എനിക്കുണ്ട്. ഇത് നമ്മള് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം മാത്രമല്ല, നമുക്ക് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാം, മൃഗങ്ങളെ സ്നേഹിക്കാം. അങ്ങനെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത്, കളിക്കൂട്ടുകാരനാണ് വിജയൻ. ഞങ്ങൾ സൗദി അറേബ്യയിൽ ഒപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പുറത്തു പോയി അങ്ങനെ ജോലി ചെയ്യുന്ന കൂട്ടത്തില് ഒരു നായക്കുട്ടിയെ കണ്ടു. സൗദി അറേബ്യയിൽ റോട്ടിൽ കണ്ടു. നല്ല ജനസുള്ള നല്ലൊരു നായക്കുട്ടി. അവൻ എന്ത് ചെയ്തു, അതിനെ എടുത്ത് വണ്ടിയിലാക്കി അവന്റെ റൂമിൽ കൊണ്ടുവന്ന് പാലും ഒക്കെ ആക്കി അവന്റെ ഉറ്റ ചങ്ങാതിയായി മാറി ഈ നായക്കുട്ടി. അങ്ങനെ ഒരുപാട് കാലം ഞങ്ങളൊക്കെ ആ വീട്ടിലൊക്കെ പോകുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അതിന്റെ സോഫയിലൊക്കെ കയറി ഇരുന്ന് ഇവന്റെ കൂടെ തന്നെ ഇരുന്ന് മടിയിലിരുന്ന് അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ കാണുമ്പോൾ നമുക്ക് കൈകൂപ്പാൻ തോന്നും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിജയന്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസരം കിട്ടി. അപ്പൊ ഒരു ദിവസം വിജയന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനന്ന് എയർലൈൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാണ്, ഉണ്ണി എനിക്ക് ഈ നായക്കുട്ടി നാട്ടിൽ കൊണ്ടുപോകും, അതിനെന്താ ഒരു മാർഗം? അപ്പൊ ഞാൻ വിജയനോട് പറഞ്ഞു, വിജയ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ടു കോസ്റ്റ്ലി, നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മുടെ ഒരു വരുമാനമുള്ള ആൾക്കാർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് ഞാൻ വിജയനോട് പറഞ്ഞു. പക്ഷെ വിജയന് ഭയങ്കര വാശിയ നായ്ക്കുട്ടിയെ നാട്ടിൽ കൊണ്ടുപോയേ പറ്റും. അങ്ങനെ ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങി ഒരുപാട് പൈസ ചെലവാക്കി വിജയൻ ഈ നായക്കുട്ടിയെ എൻ്റെ നാടായ കുട്ടനാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഒരു ലീവിൽ ചെന്നപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഇതേപോലെ സോഫയിലും വീട്ടിലും ഈ നായക്കുട്ടിയെ കാണും. അപ്പൊ അതാണ് സ്നേഹം. അത് മനുഷ്യനും മൃഗങ്ങളോ നാച്ചുറോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പനിനീർ പൂവിനെ സ്നേഹിച്ച് വളർത്താം. അപ്പൊ അതാണ് ലവ്. ഇനി ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ? ഇവര് മാർഗരറ്റ് ആൻഡ് പീറ്റർ ടോൺസെന്റ്. ഇത് 1950 കാലഘട്ടത്തിൽ നടന്നൊരു പ്രേമകഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രിൻസസ് മാർഗരറ്റ് UK-ലെ ബ്രിട്ടനിലെ രാജ്ഞിയാണ്. അവരുടെ ലവറായിരുന്നു പീറ്റർ ടോൺസെന്റ്. അദ്ദേഹം ഒരു 2ാം ലോക മഹായുദ്ധത്തിലെ നല്ല പേരെടുത്ത ഒരു പട്ടാളക്കാരനാണ്, എയർ മാർഷലായിരുന്നു. പിന്നീട് അതിന്റെ ബേസിൽ ഈ കൊട്ടാരത്തിലെ ജോലി കിട്ടി വരിക. ഈ കിങ് ജോർജ് 7ന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻസസ് മാർഗരറ്റിനെ പരിചയപ്പെടുക. ഇവർ തമ്മിൽ സ്നേഹമാണ്. പക്ഷെ ഒരു പ്രോബ്ലം എന്താ വെച്ചാല് പീറ്റർ ടോൺസെന്റ് മാരീഡ് ആയിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു, ഡൈവേഴ്സ് ചെയ്തു. അപ്പൊ അന്നത്തെ ഇതിന്റെ രാജകൊട്ടാരത്തിന്റെ ചർച്ചിന്റെ ഇത് പ്രകാരം ഡൈവേഴ്സികളെ കല്യാണം കഴിക്കാൻ പറ്റും, ചർച്ച തന്നെ അനുവദിക്കില്ല. അങ്ങനെ ഈ സ്നേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു സന്ദർഭത്തില് ആ രാജകൊട്ടാരം പീറ്റർ ടോൺസെന്റിനെ ഒരു അറ്റാഷയായിട്ട് പുറത്തേക്ക് വിടുക, ഇതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പോലും അത് 1953 1955 വരെ ഇവർ രണ്ടുപേരുള്ള ആ സ്നേഹബന്ധം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അവർ കണ്ടിട്ട് പോലുമില്ല. അതിനുശേഷം 1955 പീറ്റർ ടോൺസൺ ഒക്ടോബറിൽ തിരിച്ചു വരികയാണ്. അപ്പോഴേക്ക് 25 വയസ്സായി ഈ മാർഗരറ്റ്. പക്ഷെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചർച്ചിന്റെ റൂൾ ആവശ്യമില്ല. അപ്പൊ ബ്രിട്ടീഷ് ജനത കാത്തിരിക്കുകയാണ്
ഒക്ടോബറായി. ഇനി എപ്പോഴാണ് മാർഗരറ്റിന്റെ പീറ്റർ ടോൺസന്റെ വിവാഹം? പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ മാർഗരറ്റ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ടോൺസന്റെ കല്യാണം കഴിച്ചാൽ എൻ്റെ അനന്തരാവകാശം എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ ഈ ബന്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അപ്പൊ ഇവിടെ എവിടെയാണ് എത്തിക്സ് എന്ന് പറഞ്ഞ കാര്യം? എവിടെയാണ്? എന്നിട്ട് മാർഗരറ്റ് ആ ആൻസ്ട്രോമിനെ കല്യാണം കഴിക്കുക. അപ്പൊ എത്തിക്സ് എവിടെ പോയി? സോ നമ്മുടെ ലൈഫിൽ നമ്മൾ വാക്ക് പറഞ്ഞാല് അത് വാക്കായി. നമ്മൾ എന്നും കേൾക്കുന്ന കാര്യമാണ്, വാക്ക് പറഞ്ഞാൽ വാക്കായി. ഇനി എൻ്റെ സ്നേഹബന്ധത്തിലേക്ക് തന്നെ കടക്കാം. അന്ന് ഞാൻ പരിചയപ്പെട്ട ആ പെൺകുട്ടി തന്നെയാണ് പിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ആ ഒരു സമയത്ത് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്നേഹബന്ധം മാത്രമേ ഒരു വിവാഹത്തിലേക്ക് വന്നുള്ളൂ. അതും ഞങ്ങൾ 2 ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. ഒരുപാട് എതിർപ്പുകൾ ആദ്യത്തിൽ ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ സൗദി അറേബ്യയിൽ വന്നതും. ഒരു ചെറിയ വീടിനെ കുറച്ചുകൂടിയൊക്കെ വലുതാക്കി കുറച്ചുകൂടെ സുന്ദരമായ ഒരു ജീവിതം ആരംഭിക്കാം എന്നുള്ള പേരിൽ കൂടിയാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് വന്നത്. അങ്ങനെ ആ കമ്മിറ്റ്മെന്റ്, 2 പേരുടെ ആ നിശ്ചയദാർഢ്യം, അത് കണ്ടപ്പോൾ വീട്ടുകാരും നാട്ടുകാരും പിന്നീട് അവരുടെ എതിർപ്പുകളൊക്കെ മാറ്റി നിർത്തി ഞങ്ങളുടെ ഒരു വെഡിങ് ഹാളിൽ വെച്ചിട്ട് കല്യാണം നടത്തി തരും. ആരും വിചാരിക്കേണ്ട അതൊരു രജിസ്റ്റേർഡ് മാരേജ് ആണ്. ഒരു വെഡിങ് ഹാളിൽ 2 വീട്ടുകാരും കൂടിയിരുന്ന് നാട്ടുകാരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് കല്യാണം നടത്തി തരും. എന്തുകൊണ്ടാണ് അത് നടന്നത്? കമ്മിറ്റ്മെന്റ്. 2 പേരുടെ ആ കമ്മിറ്റ്മെന്റിന്റെ മുന്നിൽ ലോകം മുട്ടുമുടക്കി എന്ന് പറയാം. ഇനി ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. 1975 ഞാൻ SSLC പാസ്സാവാണ്. 600 മാർക്കിൽ 244 മാർക്കാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു മന്ദനാണ്, പഠിക്കാൻ മോശമായിരുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാനൊരു നല്ല സ്പോർട്സ്മാൻ ആയിരുന്നു, നല്ലൊരു സ്റ്റുഡന്റ് പൊളിറ്റീഷ്യൻ ആയിരുന്നു, പിന്നെ ലൈബ്രറി മൂവ്മെന്റ് എനിക്ക് ജീവനായിരുന്നു. അപ്പൊ എൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലും ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെലവഴിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ഞാൻ ചെലവഴിച്ചത്. സ്കൂൾ സ്റ്റേറ്റ് വരെ വോളിബോൾ കളിക്കാൻ പോയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഡിസ്കസ് ത്രോ ആൻഡ് ഷോർട്ട് പുട്ടിൽ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയിരുന്നു. സ്റ്റേറ്റിൽ പോയി മത്സരിച്ചിട്ടുണ്ട്. ഒരു ലൈബ്രറി തുടങ്ങാനായിട്ട് അവരുടെ അന്നത്തെ അധ്യാപകരുടെയും കർഷകരുടെയും കൂടെ നിന്നിട്ട് തുടങ്ങാൻ പറ്റി ഒരു ലൈബ്രറി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞു. പക്ഷെ ഇതൊരു മാതൃകയായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പഠിക്കണം. ഞാൻ സ്പോർട്സിൽ ആൺമേനാണ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യനാണ് എന്നൊന്നും പറഞ്ഞത് ദാറ്റ്സ് നോട്ട് എൻ എക്സ്ക്യൂസ്. നമ്മൾ പാരൻസിനോട് കമ്മിറ്റഡ് ആണെങ്കിൽ, നമ്മുടെ അധ്യാപകരോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റും. ഏറ്റവും കൂടുതൽ മാർക്ക് വേണം. 600ൽ 550 ഡിസ്റ്റിങ്ഷൻ തന്നെ വാങ്ങിച്ചിട്ട് പഠിക്കണം. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ സമയത്ത് നമ്മൾ നല്ലപോലെ എഡ്യൂക്കേഷൻ നേടിയെടുക്കണം. അധ്യാപകരെയും അതുപോലെ രക്ഷിതാക്കളെയും നമ്മൾ അനുസരിക്കുക തന്നെ വേണം. ഇവിടെ ഞാൻ ഈ കാണിക്കുന്നത് മുഹമ്മദ് സൂരി അൽഡോസറി എന്ന് പറഞ്ഞ എന്നെ സൗദി അറേബ്യയിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സൗദി നാഷണാലിറ്റിയാണ്. അദ്ദേഹം സൗദി അറേബ്യൻ ഫുട്ബോൾ ടീമിലെ പ്ലെയർ ആയിരുന്നു. അങ്ങനെ എനിക്ക് അന്ന് സമ്മാനിച്ച ഒരു പിക്ചർ ഞാൻ ഇന്ന് എൻ്റെ ആൽബത്തിൽ ഉണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം എന്നെ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് വന്ന് ഞാൻ സൗദി അറേബ്യയിലെ ജോലി ആരംഭിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിലെ പ്രാരാബ്ദവും എല്ലാം കണ്ട് ഞാൻ
അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി വലിയ ജോലി വേണമെന്നുണ്ട്. അപ്പോ എനിക്ക് റിലീസ് തരണം, എനിക്ക് പുതിയൊരു ജോലിക്ക് പോകണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, യു cannot speak English properly, you cannot write at all, and you are just BCom graduates. How can you can think and dream such a job in those big buildings? എന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദ് സൂരി അൽഡോസരി ഒരു കാര്യം ചെയ്തു. പിറ്റേ ദിവസം വരുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ TV, അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ ഈ TV ന്യൂസ് കേൾക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ന്യൂസ് പേപ്പർ ഓർഡർ ചെയ്തിരിക്കുക, എല്ലാ ദിവസവും ഇവിടെ ന്യൂസ് പേപ്പർ വരും, നീ അത് വായിക്കണം, അങ്ങനെ നിന്റെ ഇംഗ്ലീഷ് നീ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇമ്പ്രൂവ് ചെയ്തു. എനിക്ക് കുറെ ധൈര്യമൊക്കെ വന്നു. ഒരു ദിവസം ഞാൻ ഓർത്തു ഇത് ഒരു റൈറ്റ് സമയം. അപ്പൊ ഞാൻ മുഹമ്മദ് ദുസൂരിയോട് പറഞ്ഞു, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ദ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ദ ഇൻകം. സർ, എനിക്കിതറിയാം, അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, കൂടുതൽ പഠിക്കൂ, എന്നിട്ട് അതിന്റെ പേൾസ് എടുത്ത് പുറത്തു വരും. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി കുറെ പേൾസ് എടുത്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചു, അക്കൗണ്ടൻസിന്റെ പേൾസ്. പുറമേ നിന്ന് വീണ്ടും അക്കൗണ്ടൻസിയുടെ നാരായ പേര് മരത്തിൽ നിന്ന് എടുത്ത് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇനി എന്ത് വേണം? അദ്ദേഹം സന്തോഷവാനായി. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, പുറത്തു പോയി ജോലി നോക്കൂ, ഞാൻ നിനക്ക് റിലീസ് തരാം. അങ്ങനെ ഞാൻ പുറത്തു പോയി ജോലി നോക്കി. അന്ന് ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഒരു കമ്പനിയും 2 കമ്പനികളും തമ്മിലുള്ള ഇട 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ. ഇത്രയും ദൂരം നടന്ന് പല കമ്പനികളിലും ജോലി അന്വേഷിച്ചു ചെന്നപ്പോൾ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ഇവിടെ ഈ മറ്റേ ചിത്രത്തിലിരിക്കുന്ന CS മേനോൻ. ആ കമ്പനിയിൽ ചെന്നപ്പോ അവിടെ എഴുതി വെച്ചിട്ട് CS മേനോൻ അഡ്മിനിസ്ട്രേഷൻ മാനേജർ. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, എല്ലാം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ കാണുന്ന കേശവൻ ആരാണ്? കേശവൻ എൻ്റെ ഫാദർ ആണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഒരു ചെറിയ പേപ്പർ എടുത്ത് അതിൽ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതിയിട്ട് ഒരു കവറിലിട്ട് സീൽ ചെയ്തിട്ട് തന്നു. അൽക്കോബാർ എന്ന സ്ഥലത്ത് പോകുക, ഈ കമ്പനിയിൽ പോയിട്ട് ഇത് കൊടുക്കുക. അങ്ങനെ അടുത്ത ദിവസം ഞാൻ അൽക്കോബാറിൽ ആ കമ്പനിയിൽ ചെന്ന് അത് വായിച്ച് അപ്പോൾ തന്നെ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. ഒരു ഇന്റർവ്യൂ ഒന്നും ഉണ്ടായി. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞപ്പോ ആ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആള് പുറത്തു പോവുകയാണ് ലീവിനായി. ആ ഒരു സമയത്ത് എന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് 1 മാസം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഫയൽ എടുക്കുന്നു. അപ്പൊ അതില് CS മേനോൻ എഴുതി വെച്ചിരിക്കുന്നു, this person who is coming with this letter is my friend's son, my friend Keshavan's son. എൻ്റെ സുഹൃത്ത് കേശവന്റെ സണ്ണാണ് വരുന്നത്. If you have the ജോലി still available, please speak to him. ജീവിതത്തിൽ ഒരു തവണ പോലും കാണാത്ത എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്ന ആ സപ്പോർട്ട് ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. 60ാമത്തെ വിവാഹ വാർഷികം 2 ആഴ്ച മുമ്പേ നടന്നു. അവരുടെ CS മേനോൻ സാറിന്റെ വൈഫാണ് ഈ ഇരിക്കുന്നത്. സോ സപ്പോർട്ട്, ആർക്കാണ് സപ്പോർട്ട് ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് മുഹമ്മദ് അൽഡോസറിയും ഈ CS മേനോനും ചെയ്തു. മുഹമ്മദ് സൂരി അൽഡോസറിക്ക് വേണമെങ്കിൽ എന്നെ അവിടെ ഹോൾഡ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തൊഴിലാളിയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത്.
വളരാനുള്ള സപ്പോർട്ട് കൊടുക്കുക. ഈ കമ്പനിയിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് അവിടെ ജോലി കിട്ടി. അവിടെ 2 അക്കൗണ്ടന്റ്മാരുണ്ട്, ഹേമന്ത് കൗദാങ്കറും വിലാസ് ദേശ്പാണ്ഡെ. ഇവർ രണ്ടുപേരും മഹാരാഷ്ട്രീയൻസാണ്. അവർക്ക് എന്റെ ക്വാളിറ്റി പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അവര് എന്നോട് പഠിക്കാൻ പറഞ്ഞു, ഇനിയും അക്കൗണ്ടൻസി പഠിക്കൂ. അപ്പൊ അതിനുശേഷം 6 മണിക്ക് ശേഷം ചില ദിവസങ്ങളിലൊക്കെ 12 മണി വരെ ഓഫീസിലിരുന്ന് ഞാൻ പല എക്സർസൈസും ചെയ്തു. പിറ്റേ ദിവസം അത് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഡിക്റ്റേറ്റ് ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനും അവർ കൂടെ തന്നെ ഉണ്ട്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു മോൻ ഉണ്ടാവുകയാണ്, അവനെ നമുക്ക് വിലാസ് ദേശ്പാണ്ഡെ എന്ന് പേര്. അപ്പൊ ആ ബോണ്ടിങ് നിങ്ങൾ നോക്കൂ. ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ ഹാർഡ് വർക്കാണ്. അപ്പൊ നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമ്മുടെ കൂടെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയെ പേളായിട്ട് മാറ്റി. ഞാൻ പിന്നീട് വന്ന കമ്പനിയാണ് യൂസഫിൻ അഹമ്മദ് ഖാനു, മിഡിൽ ഈസ്റ്റിലെ വൺ ഓഫ് ദ ഫേമസ് കമ്പനി. ഈ കമ്പനിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ടാണ് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തത്. അപ്പൊ അവിടെ ഇരുന്നാൽ പോരാ എന്ന് അറിഞ്ഞിട്ടാണ് പിന്നീട് ഇപ്പോഴാണ് ഈ കമ്പനിയിൽ, ഇതിന് മൊത്തം 13 ഫ്ലോറാണ്. ഇതിൽ 13ാമത്തെ ഫ്ലോർ 12ാമത്തെ ഫ്ലോറിൽ നിന്നിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചത്. അപ്പൊ ദാറ്റ് ഈസ് ദ ഹാർഡ് വർക്ക് ദാറ്റ് ഗിവ് ദ റിച്ച്. അപ്പൊ നമ്മൾ ആ ഹാർഡ് വർക്കായി നമ്മൾ എത്തേണ്ടത് എത്തി. അപ്പൊ ഇവിടെ നമുക്ക് മോട്ടിവേഷൻ കിട്ടും. ഈ കമ്പനിയിൽ ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ടോസ്റ്റ് മാസ്റ്റർ എന്നുള്ള അവാർഡ് കിട്ടിയപ്പോൾ അത് പ്രസന്റ് ചെയ്യാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ CEO ബൽരാജ് അരുണാചലം സൗദി അറേബ്യയിലേക്ക് വന്ന സമയത്ത് എൻ്റെ കമ്പനിയിൽ വന്ന് അത് പ്രസന്റ് ചെയ്യാൻ വന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ എൻ്റെ ഒരു എംപ്ലോയിക്ക് ഒരു വലിയ അവാർഡ് കിട്ടുന്നെന്ന് അറിഞ്ഞിട്ട് എൻ്റെ എംപ്ലോയി റാമി അൽ തുർക്കി വന്ന് നിൽക്കുന്നത് 2ാമത്തെ പേഴ്സൺ. അദ്ദേഹത്തിന്റെ വാല്യൂ, അദ്ദേഹത്തിന്റെ സമയത്തിന്റെ വാല്യൂ വി കനോട്ട് കൗണ്ട് അറ്റ് ഓൾ. എന്നിട്ട് പോലും 30 മിനിറ്റ് എൻ്റെ എംപ്ലോയി ഈ അവാർഡ് സ്വീകരിക്കുന്നത് കാണണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന റാമി അൽ തുർക്കിയും അദ്ദേഹത്തിന്റെ ടീമായിട്ട് അദ്ദേഹം വന്നു. എന്നിട്ട് 30 മിനിറ്റ് ഞങ്ങളെ കൂടെ ചെലവഴിച്ചു. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ബൽറാം അരുണാചലത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കണ്ടപ്പോ 30, 35, 40, 50, 1 മണിക്കൂറായി. അദ്ദേഹം അവിടെ നിന്ന് പോയില്ല. അദ്ദേഹത്തിന് വേറെ എത്രയോ തിരക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റിയ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്നിട്ട് ആ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ലിഫ്റ്റിൽ കയറി ഈ കാർ നിൽക്കുന്ന അതുവരെ അദ്ദേഹത്തെ അനുഗമിച്ച് വരാൻ റാമി അൽ തുർക്കി സമയം കണ്ടു. ദാറ്റ് ഈസ് ദ മോട്ടിവേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ കൊച്ചുമക്കള്, നമ്മുടെ കുട്ടികള് ചിലപ്പോ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞിട്ട് വരും എക്സാമിനേഷൻ കഴിഞ്ഞ്. അപ്പോൾ ഒരിക്കലും അവരെ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതെ മാറോട് ചേർത്ത് നിർത്തി, ഇറ്റ്സ് വണ്ടർഫുൾ, യു ഡൺ എ വണ്ടർഫുൾ ജോബ്. പക്ഷേ എനിക്ക് ശ്രമിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടുമെന്ന് പറയാല്ലാതെ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഫെയർ. യു ഗോ ടു മൂവ് ഫോർവേഡ് എന്ന് പറഞ്ഞവരെ ഒരിക്കലും ഡിജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന റാമി അൽ തുർക്കി കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ എല്ലാം തന്നെ ബിസിനസ് ഡൗൺ ആണ്. എൻ്റെ കമ്പനി, ഞാൻ ഫൈനാൻഷ്യലാണ് ജോലി ചെയ്യുന്നത്, എനിക്കറിയാം എൻ്റെ കമ്പനിയുടെ സിറ്റുവേഷൻ. എന്നിട്ട് പോലും ഞങ്ങളെല്ലാം സർപ്രൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പതിവ് പോലെ ഞങ്ങൾക്ക് ബോണസ് പ്രഖ്യാപിച്ചു, റിവാർഡ്. അതുപോലെ തന്നെ എനിക്ക് നാട്ടിലൊരു ബിസിനസ് ഉണ്ട്. കഴിഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ 0 ബില്ലിംഗ് ആണ്, ലോക്ക്ഡൗൺ, 0 ബില്ലിംഗ്. അതിനുശേഷം ജൂലൈ, ഓഗസ്റ്റ് മെല്ലെ ബിസിനസ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാർഡ്വെയർ ബിസിനസ് ആണ്. ടോട്ടൽ ലോസ് ആയിരുന്നു.
എന്നിട്ടും ഓണത്തിന് എൻ്റെ തൊഴിലാളികൾക്ക് ഞങ്ങൾ ബോണസ് പ്രഖ്യാപിക്കുകയും കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. Reward, we have to reward. So that is the point of motivation. ഇവിടെ നേരത്തെ പരിചയപ്പെടുത്തിയോ പറഞ്ഞല്ലോ ജനകീയ വായനശാല എന്നൊക്കെ. ഇത് എൻ്റെ നാട്ടിലെ കൂറ്റനാട്ടില് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വായനശാല പ്രസ്ഥാനത്തിലേക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ വായനശാലയാണ്. അതിന് അന്ന് 2 റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ രീതിയിലായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അത് വലുതായി ആ ഡെഡിക്കേഷൻ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള കാരണം ഇതുപോലെ ഐദർ മാഷും സേതുവേട്ടനൊക്കെ കൂടിയിട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി. ശിവശങ്കരൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി 5 സെന്റ് ഞങ്ങളുടെ കൂറ്റനാടൊക്കെ ഇന്നിപ്പോ അതിനൊക്കെ ലക്ഷക്കണക്കിന് വില. സംഭാവന സ്ഥലത്ത് ഞങ്ങൾ അന്ന് തുടങ്ങിയ 2 റൂമുള്ള വായനശാല ഇന്ന് റെഫറൻസ് കേന്ദ്രമായിട്ട് മാറി. ഞങ്ങളൊക്കെ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നാട് വിട്ടപ്പോൾ ഐദർ മാഷും സേതുവേട്ടൻ അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ അവിടെ നിന്നുകൊണ്ട് ആ ഡെഡിക്കേഷൻ അവരെ കാണിച്ചിട്ട് അതിന് ഇത്രയും വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഞാൻ എൻ്റെ കാലഘട്ടത്തില് ഞങ്ങള് അന്ന് ആ വായനശാലയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ള ഒരു ചെറിയ കഥ പറഞ്ഞു. ഒരിക്കൽ കൂറ്റനാട്ടിൽ നിന്ന് തൃത്താലയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ബെനിഫിഷോ ടിക്കറ്റ് വിൽക്കാനായിട്ട് ഞങ്ങൾ കൂട്ടുകാർ പോവുകയാണ്. നിർമ്മാല്യാണെന്ന് തോന്നുന്ന പടം. അങ്ങനെ മേഴത്തൂര് വളരെ ചരിത്രപ്രസിദ്ധമായ മേളത്തൂൾ അഗ്നിഹോത്രി, ആ പന്തിരുകുലത്തിന്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ ചെന്നപ്പോൾ ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ തറവാട് കണ്ടു. ഒരു പാടത്തിന്റെ വരമ്പലത്തിൽ കൂടി മുന്നോട്ട് പോയി നോക്കിയപ്പോൾ ഒരു വലിയ പടിപ്പുര കണ്ടു. ഞങ്ങളെല്ലാവരും വിചാരിച്ചു വലിയ രീതിയിൽ ഒരു 5 ടിക്കറ്റ് എങ്കിലും ഇവിടെ വിൽക്കാൻ പറ്റും. പടിപ്പുര കടന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ പ്രതീക്ഷകളൊക്കെ എല്ലാം മങ്ങലേറ്റു. ശങ്കരനുണ്ണി സാർ 34 മിനിറ്റ്സ് ആണ്. 34. താങ്ക് യു. ലയിച്ചു പോയി അല്ലേ? അതെ. ഓക്കെ. അപ്പോ അങ്ങനെ ആ മുറ്റത്തൊക്കെ പുല്ലുകൾ മുളച്ചു നിൽക്കുന്നു. തുളസിക്കറ വൃത്തിഹീനായിട്ട് കിടക്കുന്നു. പെയിന്റ് അടിച്ചിട്ടില്ല വീട്ടിൽ. അപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ മങ്ങിപ്പോയി. എങ്കിലും ആരൊക്കെയാണ് വീട്ടിലുള്ളത്, ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോ ഉള്ളിൽ നിന്നും ഒരു മണിക്കിലുക്കം ഞങ്ങളുടെ അടുത്ത് വരികയാണ്. കിലുകിലി എന്ന് പറഞ്ഞ ഒരു സുന്ദരിയായ പെൺകുട്ടി, 14 വയസ്സ് കാണും, വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വായനശാലയിൽ നിന്ന്. ഉടനെ പെൺകുട്ടി അകത്തളത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവിടെ കിടക്കുന്ന മുത്തശ്ശനോട് പറയാം, മുത്തശ്ശ ആരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശന്റെ ദീനമായ സ്വരം കേൾക്കുകയാണ്. മോളെ ആരാണെന്ന് ചോദിക്കൂ. തിരിച്ച് ഈ കുട്ടി വീണ്ടും കിലുകിലാ ശബ്ദത്തോടു കൂടി വന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ, എന്തിനാണ് വന്നത്? ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വായനശാലയ്ക്ക് ബെനിഫിഷോ നടക്കുന്നുണ്ട്, അതിന് ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി, അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി. വീണ്ടും ഈ കുട്ടി ഉള്ളിലോട്ട് ഓടിപ്പോയിട്ട് മുത്തശ്ശനോട് പറയുകയാണ്, വായനശാലയുടെ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി. വീണ്ടും മുത്തശ്ശൻ ദയനീയമായിട്ട് ഒരു ടിക്കറ്റിന് എന്താണ് വില എന്ന് ചോദിച്ചു വരുമോളെ. അങ്ങനെ ആ കുട്ടി വീണ്ടും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ടിക്കറ്റിന് എന്താണ്? 5 രൂപ. ആ കുട്ടി വീണ്ടും മണികിലക്കത്തോടു കൂടി ആ വളകളും പാദസരങ്ങളും കിളിക്ക് മുന്നോട്ട് ഓടിപ്പോയി മുത്തശ്ശനോട് പറയാണ്, 5 രൂപയാണ് മുത്തശ്ശൻ. പിന്നീട് ഞങ്ങൾ കേൾക്കുന്നത് കുറെ ചില്ലറകളുടെ കിലുകിലുക്കം ശബ്ദങ്ങൾ. ഒരു പിടി ചില്ലറയുമായി ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതിൽ 5 രൂപയുണ്ട്, ഒരു ടിക്കറ്റ് മതി. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് അന്നത്തെ പ്രസ്ഥാനങ്ങള്, വായനശാലകള്, സാംസ്കാരിക കേന്ദ്രങ്ങൾ എല്ലാം നാട്ടിൽ വളർന്നു. ഞങ്ങളാരും MP ഫണ്ടോ MLA ഫണ്ടോ വേണ്ടിയിട്ട് കാത്തിരുന്നിരുന്നില്ല, തുടങ്ങി വെക്കുകയായിരുന്നു. പിന്നീട് ഇതുപോലെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയ ഐദർ മാഷിനെ പോലെയുള്ള ആളുകളും സേതുവേട്ടനെ പോലെയുള്ള ആളുകളും അതിന് വലിയ പ്രസ്ഥാനങ്ങളായി കൊണ്ടുവന്നു.
So that is the dedication. They are volunteers. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എൻ്റെ ഒരു കോളേജ് കാലഘട്ടത്തിലെ ഒരു ചിത്രമാണ്. ഞാൻ ഡിസ്കസ് ത്രോ എറിയുന്ന ചിത്രമാണ്. ഇവിടെ ഞാൻ ഊന്നി പറയാൻ പോകുന്ന എക്സർസൈസിനെ പറ്റിയാണ്. നിങ്ങളൊക്കെ എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാരെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ സാർ, അനൂപ് സാർ ചെയ്യാറുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഞാൻ അനൂപ് സാറിനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന അതേ എക്സർസൈസ് ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ വോളിബോൾ കളിക്കുന്നു. ഇന്നും ഞാൻ സൗദി അറേബ്യയിൽ വോളിബോൾ കളിക്കാറുണ്ട്. ഈ പ്രായത്തിലും എൻ്റെ ഈ കൊച്ചുമക്കളുടെ കൂടെ ഞാൻ കളിക്കാൻ സമയത്ത് കണ്ടെത്താറുണ്ട്. അതാണ് എക്സർസൈസ്. നമ്മള് ഒരു കാറ് മേടിച്ചു, നമ്മൾ ആ കാറ് റിപ്പയർ ചെയ്യാൻ അതിന്റെ നാട്ടിലൊന്നും കൊടുക്കില്ല, അതിന്റെ സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കും. അതിന് എന്തെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് വന്നു. പക്ഷെ നമ്മളെ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും വന്നാല് ഓക്കെ നാളെ ആവാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസം ആവാം. കൊല്ലത്തില് ഒരു തവണയെങ്കിലും ബ്ലഡ് ടെസ്റ്റ് നടത്തുന്ന ആളുകൾ വളരെ അപൂർവമായിട്ടായിരിക്കും നമ്മുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ നമ്മുടെ കാറിനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ വറീഡാണ്. അത് നല്ലപോലെ സൂക്ഷിക്കുക. അങ്ങനെ ആയാൽ പോരാ, നമ്മൾ യോഗ ചെയ്യണം. ഞാൻ യോഗ ചെയ്യുന്ന ആളാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. ഇതൊന്നും ആദ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ വെറും സ്പോർട്സ്മാൻ തന്നെയായിരുന്നു. പിന്നീട് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പല കൂട്ടുകെട്ടുകളിൽ നിന്നും പല പേളുകളെ കണ്ടുമുട്ടിയപ്പോൾ നമ്മളും പേളായി മാറിയത്. യോഗ ചെയ്യാറുണ്ട്. ഈ അടുത്ത് വെച്ചിട്ടാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ, ആ പേളിന്റെ കൂടെ ഞാൻ ചേർന്ന് വേറെ പേളായി മാറി. ഇനി കറേജിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഞാൻ എഴുതിയ ഒരു ലെറ്ററാണ്. എൻ്റെ കമ്പനിയിൽ, ഞാൻ മുൻപ് ജോലി തരുന്ന കമ്പനിയിൽ ഒരുപാട് ഇൻജസ്റ്റിസ് ഉണ്ടായിരുന്നു. ഇൻക്രിമെന്റ് കൊടുക്കാതിരിക്കുക, ബോണസ് കൊടുക്കാതിരിക്കുക, ലീവ് 2 വർഷത്തിൽ മാത്രം പോകാനുള്ള ഒരു സിസ്റ്റം, അങ്ങനെ ഒരുപാട് ഇൻജസ്റ്റിസ് കണ്ട് എന്നിലുള്ള പഴയ വിപ്ലവകാരികൾ. അങ്ങനെ ഞാനൊരു 17 പേജുള്ള ഒരു ലെറ്റർ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവർക്കും കൂടിയിട്ട് കോപ്പി ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് ഒരു ഫയലാക്കി വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആക്കിയിട്ട് ഇതിന്റെ ചെയർമാന്റെ സെക്രട്ടറി മാധവൻ എന്ന ആളുടെ പാലക്കാട്ടുകാരനെ എടുത്ത് ചെല്ലുക. സർ, എനിക്ക് ഈ ലെറ്റർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കുന്നു. അത് ഒറ്റ നോട്ടം വായിച്ചു നോക്കിയപ്പോൾ തന്നെ മാധവേട്ടന് മനസ്സിലായി ഇത് വലിയൊരു ഇഷ്യൂയാണ്. എന്നോട് ചോദിച്ചു, നിനക്ക് കണ്ടിന്യൂ ചെയ്യണം, ജോലിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പൊ അതിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. സുഹൃത്തുക്കളെ, ആ സമയത്ത് എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2008 എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വീടില്ലായിരുന്നു, വീട് വെക്കണമായിരുന്നു. ഞാൻ മാധവേട്ടനോട് പറഞ്ഞു, പ്രശ്നമില്ല മാധവേട്ട, എനിക്ക് ഇതിൽ സൈൻ ചെയ്ത് തരണം, അക്നോളജ് തരണം. അങ്ങനെ അദ്ദേഹം അക്നോളജ് ചെയ്ത സിഗ്നേച്ചറാണ് ഈ കളിക്കുന്നത്. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് പഠിക്കാനുള്ള കാരണം, ഇതുപോലുള്ള ലെറ്ററുകൾ പല ആളുകളും അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ താഴെ പേരും സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. അത് അതുപോലെ കച്ചറയിലേക്ക് ഇട്ടുവരും. പക്ഷെ എൻ്റെ ലെറ്റർ അതിൽ പേരും സിഗ്നേച്ചറുള്ള കാരണം അത് അവർ പഠിച്ചതിന് ശേഷം 3 മാസത്തിനുള്ള എല്ലാവർക്കും ഇൻക്രിമെന്റും ബോണസും കൊടുക്കും. 2 വർഷത്തെ ലീവ് എല്ലാം 1 വർഷമാക്കി. എനിക്കും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ കറേജ്. ബ്രിട്ടീഷ് പട്ടാളം 5000 പട്ടാളക്കാരെ നിലത്ത് വെടിവെച്ചിട്ടപ്പോൾ അതിലേക്ക് ബാദൽ എന്ന കുതിരയുമായി പാഞ്ഞെടുത്ത ഝാൻസി റാണിയെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായി. ഭഗത് സിംഗ് 24-ാമത്തെ വയസ്സിൽ കഴുത്തിൽ കയറി ഇടാൻ. ശങ്കരനുണ്ണി സാർ, 40 മിനിറ്റ് ആയേ. അവിടെയാണ് കറേജ്. സോ വി ഹാവ് ടു ബി കറേജിയസ്.
സാർ കേട്ടിരുന്നല്ലോ അല്ലേ? 40 മിനിറ്റ് ആയി. യെസ്, താങ്ക് യു മാഡം. ഇത് ഞാൻ പട്ടാമ്പി ഗവൺമെന്റ് സയൻസ് കോളേജിൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ സാറാ ജോസഫ് ഉണ്ട്, ദേശമംഗലം രാമകൃഷ്ണൻ ഉണ്ട്, അതുപോലെ VP ശിവകുമാർ സാറുണ്ട്, PKG പൗലോസ് സാറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ഒരു ലീഡറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ലീഡർഷിപ്പ് നമ്മുടെ എല്ലാവരിലും ഉണ്ട്. അതെങ്ങനെ ഒരു പേളായിട്ട് ഷൈൻ ചെയ്തിട്ട് കൊണ്ടുവരാന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിനെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ മറ്റൊരു മൂല്യം. സുഭാഷ് ചന്ദ്രബോസിന്റെ കഥ നോക്കൂ. 1918 അദ്ദേഹത്തിന് ഫിലോസഫിക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ബ്രിട്ടനിൽ പോയ ആളാണ്. അതിൽ 4th റാങ്കറായിട്ട് വന്ന ആളാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് അദ്ദേഹത്തിന്റെ ഫാദറിന് ഒരു മോഹമായിരുന്നു. പിന്നീട് അതെല്ലാം അദ്ദേഹം ത്യജിച്ച് യൂത്ത് മൂവ്മെന്റിന്റെ നേതാവായി മാറി ഇന്ത്യയിൽ തിരിച്ചു വന്നു. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1939 നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് എക്സ്പെൽ ചെയ്തു, അദ്ദേഹം റിസൈൻ ചെയ്തു പോയി. അവിടെ കൊണ്ട് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും ജർമ്മനിയിൽ പോയി INA രൂപീകരിച്ചു, പല രാജ്യങ്ങളും സന്ദർശിച്ചു, ജാപ്പാന്റെ സഹായത്തോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പിടിച്ചു, മണിപ്പൂർ വരെ അദ്ദേഹം എത്തി. പിന്നെ ചരിത്രമാണ്. ദാറ്റ് ഈസ് ദ ലീഡർഷിപ്പ്. ഗോപാൽ കൃഷ്ണ ഗോഖലെ, ബാൽ ഗംഗാധർ തിലക്, ഇത്രയും ആളുകൾ നമ്മളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ പുറകിലുള്ള ചരിത്ര പുരുഷന്മാരായിട്ട്. സോ ബി എ ലീഡർ. കൈൻഡ്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം ആരെങ്കിലും കൃത്യമായിട്ട് സംഭാവനകളോ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സംഭാവന ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും കൃത്യമായിട്ട് മാസത്തിൽ ഇത്ര രൂപ കൊടുക്കുന്ന ആളുകളുണ്ട്. ചെയ്യാറുണ്ട്. ഓക്കെ, സന്തോഷം. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു പാലിറ്റീവ് കെയറിന് ഞാൻ എല്ലാ മാസം 2000 രൂപ അയച്ചു കൊടുക്കും. ഈ വായനശാലയുടെ നിത്യ ചെലവിന് വേണ്ടിയിട്ട് 1000 രൂപ ഞാൻ അയച്ചു കൊടുക്കും. ബോംബെയിലുള്ള ഒരു സംഘടന, അവർ കണ്ണ് കാണാത്ത അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് 1000 രൂപ അയച്ചു കൊടുക്കും. ഓക്കെ അനൂപ് സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു അമ്പലത്തിൽ ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരു കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ആ ചെറിയ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതം സമ്പുഷ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ 3000 രൂപ അയച്ചു കൊടുക്കും. ഇതെല്ലാം എൻ്റെ ശമ്പളം കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന, എൻ്റെ വീട്ടിലേക്ക് പൈസ അയക്കുന്നതോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ഇവിടെ ഇത് ഫോഴ്സ് ചെയ്ത് പറയാൻ, ഒരു പക്ഷെ നിങ്ങളിൽ ഇരിക്കുന്നവര് 7000 രൂപയാണ് ഞാൻ അയക്കുന്നത്, 70,000 അയക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, 700 അയക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് വെറുതെ പുറത്തേക്കൊന്ന് നോക്കിയാൽ ഇതിന് നീഡിയായ ആളുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ്സ് എ കൈൻഡ്നെസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഫോർകാസ്റ്റിനെ പറ്റിയാണ്. ഇത് എനിക്ക് കൂറ്റനാട് 20 സെന്റ് സ്ഥലം ഉണ്ട്. അത് 1999 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചെറിയ ഹാർഡ്വെയർ ഷോപ്പ് നിങ്ങൾക്ക് കാണാം, അതൊരു ചെറിയൊരു ഹാർഡ്വെയർ ഷോപ്പ്. അപ്പൊ ഈ 20 സെന്റ് സ്ഥലത്തിന്റെ ഏറ്റവും പുറകിലായിട്ടാണ് ഞാൻ ഇത് പണി കഴിപ്പിച്ചത്. എന്നിട്ട് അവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഈ ഉദ്ഘാടനം ചെയ്യേണ്ടതിന്റെ തലേ ദിവസം തന്നെ എൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അധ്യാപകര്, എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് വന്ന് പറഞ്ഞു, എടാ നീ എന്ത് വിദ്യാർത്ഥിയാണ് ചെയ്യുന്നത്? കൂറ്റനാട് ടൗണിൽ നിന്ന് എത്രയോ ദൂരാണ് നീ ഈ സ്ഥലം വാങ്ങി ബിൽഡിംഗ് കയറ്റി അവിടെ കച്ചവടം ചെയ്യാൻ പോകും. അതും പട്ടാമ്പി പാലക്കാട് റൂട്ടില് ഇത്രയും കണ്ണായ സ്ഥലത്തിന്റെ ആ റോഡിന്റെ സൈഡിൽ വന്ന് എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു. നീ അതുപോലെ ചെയ്തില്ല. നിങ്ങളെല്ലാം ഒരു പക്ഷേ കേട്ടിരുന്ന വരവേൽപ്പ് എന്ന സിനിമ.
ഒരു മോഹൻലാൽ ഗൾഫിൽ നിന്ന് പോയി ബസ് വാങ്ങി അത് നശിച്ച് തിരിച്ചു വരുന്ന ഒരു കഥ. നിനക്ക് വരവേൽപ്പില്ല അതേ ഇതുണ്ടാവും, ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ അധ്യാപകരോട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചാൽ മതി, തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു വിഷൻ ഉണ്ട്, അത് നടത്തിയത്. അവരെനിക്ക് അനുഗ്രഹം തന്നു. ആ അനുഗ്രഹം ആയിരിക്കാം ഒരു പക്ഷേ ഈ ഇപ്പുറത്ത് കാണുന്ന ബിൽഡിംഗ് ഇപ്പൊ അടുത്ത് ഞാൻ പണി കഴിച്ചു. അന്ന് ഞാൻ എൻ്റെ റോഡ് സൈഡിൽ ഇത് ഉണ്ടാക്കിയിരുന്നെങ്കിലേ ഇന്ന് എനിക്ക് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല. ആ 20 സെന്റ് സ്ഥലത്തിന് വെറുതെ പോവുകയായിരുന്നു. ദാറ്റ് ഈസ് ദ ഫോർകാസ്റ്റ്. നമുക്ക് നോക്കൂ, തൃശ്ശൂർ പട്ടണത്തിലേക്ക് നോക്കൂ, ശക്തൻ തമ്പുരാന്റെ ആ ദീർഘവീക്ഷണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ദീർഘവീക്ഷണം ഇന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. സോ ബി എ ഫോർകാസ്റ്റ്. ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു മഹാനായ വ്യക്തിയെയാണ്, എന്റെ ഗുരുവായ എന്ന് പറയാം, റാൾഫ് പി സ്മെഡ്ലി, ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ പടുത്തുയർത്തി അതിന് തറക്കല്ലിട്ട വ്യക്തിയാണ്. ഒരു 98 വർഷം മുമ്പ് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസ്ഥാനം. 1903 ഒരു അദ്ദേഹം ജോലി ചെയ്തുന്ന YMCA താഴെ ഒരു ചെറിയ ക്ലബ്ബ് തുടങ്ങിയത്. അത് കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് വളർത്താനായിട്ട്. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് മാറി വേറൊരു ഓഫീസിൽ പോയപ്പോൾ ഈ ക്ലബ്ബ് ചത്തുപോയി. പോയ സ്ഥലത്ത് വേറൊരു ക്ലബ്ബ് തുടങ്ങി. അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി, ആ ക്ലബ്ബും അവിടെ ഡൈ ആയി. വേറെ സ്ഥലത്ത് പോയി, അവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ 1924 വരെ പല സ്ഥലങ്ങളിലല്ലോ പല ക്ലബ്ബുകൾ തുടങ്ങി. പക്ഷെ പലതും പച്ച പിടിച്ചില്ല. 1924 ഈ YMCA നേരെ താഴെ ഒരു ബേസ്മെന്റിൽ അദ്ദേഹം ഒരു ക്ലബ്ബ് തുടങ്ങി, ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്. അത് ലോകം പടർന്നു. 1932 ഇന്റർനാഷണലായി. അങ്ങനെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലായി. ഇന്ന് ലോകത്ത് 146 രാജ്യങ്ങളില് 16,600 ക്ലബുകളിലായിട്ട് 3,56,000 മെമ്പേഴ്സ് ആയിട്ട് ഇന്നത്തെ സിറ്റുവേഷനിൽ, ഇന്നത്തെ സ്റ്റഡീസ് അതാണ് നടത്തുന്നത്. മില്യൺസ് കണക്കിന് ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് അവിടെ നിന്ന് പഠിച്ചു പുറത്തു വന്നു. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വൈ ഐ ആം സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. രാവിലെ നമ്മൾ എണീറ്റ് ഈശ്വര എന്ന് പറയുന്നത് തുടങ്ങി, അല്ലെങ്കിൽ അള്ളാഹ് എന്ന് തുടങ്ങി. അതിനിടയിൽ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ രാത്രി അടക്കം ദൈവമേ രക്ഷിക്കണേ, പഠിച്ചവനെ രക്ഷിക്കണേ എന്ന് പറയുന്നത് വരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് ആ കമ്മ്യൂണിക്കേഷന്റെ പവർ വന്ന് റാമി അൽ തുർക്കി 30 മിനിറ്റ് തന്ന സമയം 1 മണിക്കൂറേറെ ആ മഹാനായ വ്യക്തിയെ ശ്രവിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കമ്മ്യൂണിക്കേഷന്റെ ബ്യൂട്ടിയാണ്. സോ ബി എ കമ്മ്യൂണിക്കേറ്റർ. ഇനി നിങ്ങൾക്ക് റീകാപ്പ് ചെയ്യാം. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ പറയും. ഞാൻ കുറെ പേളുകള് മുത്തുകള് നിങ്ങളുടെ മുന്നിൽ എൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പറയൂ, ആർക്കെങ്കിലും ഒക്കെ. 15 പറഞ്ഞിട്ടുണ്ട് സർ. ഓ, താങ്ക് യു. ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ സർ? ലവ്, കെയറിംഗ്, എത്തിക്സ്, കമ്മിറ്റ്മെന്റ്, എഡ്യൂക്കേഷൻ, സപ്പോർട്ട്, ഹാർഡ് വർക്ക്, മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ, എക്സസൈസ്, ഇതെല്ലാം. പിന്നെ കറേജിന് ശേഷം ലീഡർഷിപ്പ്, കൈൻഡ്നസ്, ഫോക്കസ്ഡ്, കമ്മിറ്റ്മെന്റ്. അപ്പൊ ഇത്രയും പേഴ്സ് ആണ് ഞാൻ ജീവിതത്തിന്റെ, നമുക്ക് ഇത്രയും പേഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. നമ്മളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ പറയാം. താങ്ക് യു. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങള് എന്താണെന്ന് വെച്ചാൽ കുറെ പേളുകള് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി വെച്ചു. നമ്മളിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഒരിക്കലും അബ്ദുൽ കലാമിനെ പറ്റി പറയാറുണ്ട്, ഗാന്ധിജിയെ പറ്റി പറയാറുണ്ട്, ഐൻസ്റ്റീനെ പറ്റി പറയാറുണ്ട്. അവരെല്ലാം പേഴ്സ് ആണ്, യാതൊരു സംശയവുമില്ല. അവരെ പോലെ നമ്മളും പേഴ്സ് തന്നെയാണ്. നമ്മളിൽ തന്നെ എല്ലാ മൂല്യങ്ങളും ഉണ്ട്. നമ്മളിൽ തന്നെ ദേവകി ടീച്ചർ ഉണ്ട്, മുഹമ്മദ് ജൂരി അൽഡോസരി ഉണ്ട്, CS മേനോൻ ഉണ്ട്, ഹമദ് കൗന്താക്കർ ഉണ്ട്,
വിലാസ് ദേശ്പാണ്ഡെ ഉണ്ട്, റാം യൽതുർക്കി ഉണ്ട്. രത്നാകരന്റെ കഥ നമുക്കറിയാം. അദ്ദേഹം ഒരു കള്ളനായിരുന്നു. വാൽമീകിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം ഒരു പേളായിട്ട്, ആദി കവി എന്നാണ് അദ്ദേഹത്തെ പറയുക. അപ്പൊ എവിടെ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അതിമൂല്യമുള്ള പേളായിട്ട് മാറാൻ പറ്റും. അതായിരിക്കണം നമ്മുടെ ജീവിത സായുജ്യത്തിലേക്കുള്ള യാത്രയിലേക്കുള്ള വഴി. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ ലീഡേഴ്സും കമ്മ്യൂണിക്കേറ്റേഴ്സും അതുപോലെ തന്നെ പവിഴങ്ങളുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബാക്ക് ടു സിഡ്നി മാഡം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ സാറ് പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ രത്നങ്ങൾ വളരെ അമൂല്യമാണ് എന്ന് പറഞ്ഞ പോലെ അമൂല്യമായ ദുർലഭമായ കുറെ പേളുകളാണ് ഞങ്ങൾക്ക് തന്നത്. കാരണം ഈ അമൂല്യമായത് വളരെ കുറച്ച് പേർക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിത് സ്വീകരിച്ചവർ കുറഞ്ഞു പോയി എന്നൊരു സങ്കടം മാത്രമേ ഇതുള്ളൂ. പക്ഷെ കിട്ടിയവർക്കൊരു കിട്ടു തന്നെയാണ്. താങ്ക് യു സോ മച്ച്. മേഡം, ഞാൻ എത്ര സമയം എടുത്തു എന്ന് പറയാമോ? കൃത്യമായിട്ട് പറയാം സാറേ. 45, 50, 57 മിനിറ്റ്. 57 മിനിറ്റ് എടുത്തു അല്ലേ? അതെ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. സാറിനോട് ഏറ്റവും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സമയമാണ്. സാറിന്റെ അമൂല്യമായ സാർ നമുക്ക് പകർന്നു തന്ന ആ പേളുകളെ പറ്റി മാത്രമല്ല, നമ്മൾ കണ്ട വിസ്മയകരമായ ഒരു പ്രസന്റേഷൻ രീതിയുണ്ട്. അതിലേക്ക് നമുക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാനുണ്ടെങ്കിൽ ഒക്കെ ഇപ്പൊ സാറുമായിട്ട് നമുക്ക് ഇന്ററാക്ഷൻ ഉള്ള സമയമാണ്. എല്ലാവർക്കും വെൽക്കം. Thank you so much. ശങ്കരനുണ്ണി സർ, നമ്മള് എപ്പോഴും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് എപ്പോഴും എല്ലാവരും നൽകാറുണ്ട്. പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തിട്ട് തരുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാറിൻ്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് പേഴ്സണലി ഉള്ള കുറേ ഫോട്ടോസ് വെച്ചിട്ട് അത്ഭുതം തോന്നി. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു സാർ അത് ഫസ്റ്റ് ഞാൻ അങ്ങനെ വിചാരിച്ചത്, എങ്ങനെ ആയിരിക്കും സാർ അത് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആണ് ശരിക്കും മനസ്സിലായത് എങ്ങനെയാണ് സാർ ഒരു പേളായി തീർന്നത് എന്നുള്ളത്, ഇങ്ങനെ മറ്റുള്ളവരെ പേളാക്കാൻ കഴിയുന്നത് എന്നുള്ളത്. വണ്ടർഫുൾ സർ, വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. Thank you, madam. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അറിയുന്ന രീതിയിൽ ആൻസർ ചെയ്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാം. Sini ma'am, with your permission. Yes, Anup sir. Come on. So once again, good evening sir. Good evening. എനിക്ക് ഒരുപാട് സന്തോഷമായി സാറിന്റെ സെഷൻ. കാരണം എന്താ വെച്ചാല് സാർ സത്യത്തില് ധരിച്ചിരിക്കുന്നത് ഒരു കോട്ടാണെങ്കിലും നല്ലൊരു ജുബ്ബ ഇട്ട് സംസാരിക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മലയാളി ഒരുപാട് ദൂരത്ത് നിന്ന് നമ്മളടുത്ത് നമ്മളൊരു കാരണവരൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. സാറിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല, സാറിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്.
അപ്പോ വളരെ നമ്മളെന്താ പറയാ നല്ലൊരു റിയലിസ്റ്റിക് മൂവി കണ്ടൊരു ഫീൽ ആയിരുന്നു. പൊതുവെ നമ്മൾ ഈ റേഡിയോസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഒരു ഇമാജിനറി വരുമല്ലോ, ആ ഒരു അത്രയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ സാറിന് ആ ഒരു ഡേ വൺ, അതായത് മസാല ദോശ തിന്നാൻ വേണ്ടിയിട്ട് ബഹ്റൈനിൽ പോകേണ്ട ഒരു വില എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പൊ ഒരു മസാല ദോശ എന്നാൽ വലിയ ദൂരമൊന്നും വേണ്ട, ഒരു 4-5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി, അല്ലെങ്കിൽ അടുത്ത് കിട്ടും. അപ്പം ലൈഫിലുള്ള ഓരോ മൂവ്മെന്റിന്റെയും വാല്യൂ സാറ് സ്വന്തം ലൈഫിൽ നിന്ന് ഇപ്പം ആനിമം പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത ആ ഒരു ആംഗിള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ സാറ് പറഞ്ഞ ഓരോ മൂവ്മെന്റും ഓരോ പിക്ചേഴ്സ് അമ്മയുടെ കയ്യിൽ കണ്ട ആ ഒരു പോർഷൻ മുതൽ സാറിന്റെ ആ ഒരു മൈക്രോ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ്. സാർ പറഞ്ഞ ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറോട് ചോദിക്കാനുള്ളത്, സാർ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഹലോ സാർ, കേൾക്കുന്നില്ലേ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു ലൈഫിന്റെ കാര്യങ്ങൾ, ആ ഒരു 4th റാങ്ക് കിട്ടി, അതൊന്നും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം അത് അങ്ങനെ ആരും പറഞ്ഞിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിലുള്ള ആളുകളും അത് അത്രയ്ക്ക് അങ്ങോട്ട് കേട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത്രയ്ക്കും ക്രിസ്പായിട്ടാണ് സാർ അത് പറഞ്ഞത്. അതൊന്നും കൂടി സാർ ഒന്ന് പറഞ്ഞുതരാമോ സാർ? ഇപ്പൊ തന്നെ പറയാമല്ല. ആക്ച്വലി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ വിപ്ലവകാരിയായിട്ടുള്ള ഒരു നേതാവാണ് നമ്മുടെ ഇന്ത്യൻ. അപ്പൊ അദ്ദേഹം വളരെ ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റ് ആണ്. അദ്ദേഹം ഈ വിവേകാനന്ദന്റെ ഒരു ഫോളോവറും കൂടിയായിരുന്നു ഈ സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ അദ്ദേഹം ബ്രില്യൻസി കണ്ട് അദ്ദേഹത്തിന്റെ ഫാദർ ഫിലോസഫി പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ 4th റാങ്ക് ഇംഗ്ലീഷിൽ നേടിയിട്ട് സിവിൽ സർവീസിൽ കൺട്രോൾ ചെയ്തു. പക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് 1921 അദ്ദേഹം തിരിച്ചു വരും. പിന്നീടാണ് ഇന്ത്യൻ മൂവ്മെന്റ് ആയിട്ട് കൂടിച്ചേരുന്നതും. പിന്നീട് അവിടെ നിന്നുള്ള ചരിത്രം, അവിടുന്ന് അത് നെഹ്റു, ഗാന്ധിജി, വല്ലഭായ് പട്ടേൽ ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയത്. വളരെ അവിടെ നിന്നുള്ള പിന്നെ ചരിത്രമാണ്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറെ കോൺഫ്ലിക്റ്റുകളുണ്ട്. പിന്നെ അദ്ദേഹം പുറത്താക്കപ്പെടും, രാജിവെച്ചിട്ടാണ് ജർമ്മനിയിൽ പോയതും ഒരുപാട് റഷ്യ, ഒരുപാട് രാജ്യങ്ങളിൽ പിന്നെ ജാപ്പാനോട് പിടിച്ചു അദ്ദേഹം മണിപ്പൂർ വരെ എത്തിയത്. പിന്നൊക്കെ നമ്മൾ കോൺട്രവേഴ്സി നമ്മൾ കേൾക്കുന്ന അദ്ദേഹം മരിച്ചു, അതൊക്കെ അതിൽ നിൽക്കുന്ന അതൊരു കോൺട്രവേഴ്സി ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ജീവ ചരിത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹി ഈസ് എ ബ്രില്യൻ സ്റ്റുഡന്റ് ആൻഡ് ഹി വാസ് എ ഫോളോവർ ഓഫ് വിവേകാനന്ദ. ഓക്കെ, താങ്ക് യു. ഞാൻ എന്താ വെച്ചാല് സുഭാഷ് ചന്ദ്രബോസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് January 23rd ആണ്. എന്റെ ബർത്ത്ഡേ സെയിം ഡേ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയി, അതുകൊണ്ട് സാറടുത്ത് അത് എടുത്ത് ചോദിച്ചു. താങ്ക് യു സാർ. അപ്പൊ എന്തായാലും സാറിന് ഒരുപാട് വേദികളിൽ, ലോകത്ത് ഒരുപാട് വേദികളിൽ ഇതുപോലത്തെ ഒരുപാട് സെഷൻസ് ചെയ്യാനുള്ള ഭാഗ്യം തന്റെ ഫാമിലിക്കും അതുപോലെ സാറിന്റെ കൊളീഗ്സിനും. സാർ പറഞ്ഞു ആ ഒരു 4ാം നിലയിൽ നിന്ന് ഇപ്പൊ സാർ ഇരിക്കുന്ന ആ ഒരു 12th ഫ്ലോറിലേക്കുള്ള സാറിന്റെ മൂവ്മെന്റ് ഇനി ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. എന്റെ എല്ലാ പ്രാർത്ഥനകളിലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്സ് അലോട്ട്. Thank you, Anup sir. Gulnara ma'am. Hi ma'am. Hi. എന്റെ ഇടക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ആക്കിയിരുന്നു. 2-3 days ആയിട്ട് ഒരു മാരേജിങ് ഫംഗ്ഷനിൽ ഇതായതിനെ കൊണ്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ഗുൽനറ മാമിന്റെ സ്വന്തം ബ്രദറിന്റെ മാരേജ് ആയിരുന്നു എനിക്കറിയാം. അതിന്റെ ഇടയിലാണ്. ഒരു മിനിറ്റ് കേട്ടോ മാം, സൗണ്ട് ഇപ്പൊ ഓഡിയബിൾ അല്ലേ? ഞാൻ ജസ്റ്റ് എടുത്തോളൂ. പറഞ്ഞോളൂ. കുഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുവാണ്. സിനിമ കണ്ടിന്യൂ ചെയ്തോളൂ. സിനിമ ഓക്കെ. ശങ്കരനുണ്ണി സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സാറിന്റെ ക്ലാസ് കേട്ടോണ്ടിരുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ച് ഏറ്റക്കുറച്ചിലുകളോടെ ഇങ്ങനെ കുറെ പേളുകളെ പറ്റി സംസാരിക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് എനിക്കൊക്കെ ഇപ്പൊ അത് സംസാരിക്കുമ്പോൾ സാറ് സംസാരിച്ചപ്പോ നമ്മളൊരു ജനപ്രിയ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു. സത്യം പറഞ്ഞാല് ഞാന് ആ ടൈം ഇന്റിമേറ്റ് ചെയ്യാൻ പോലും വിട്ടുപോയി. അത്ര അതിൻ്റെ അകത്തേക്ക് മറിച്ച് ചെയ്തു പോയി. നമ്മളൊരു സിനിമ കാണുന്ന പോലെ. അത് ആ സാറ് പ്രസന്റ് ചെയ്യുന്ന സ്കില്ല് കൊണ്ടാണ് ഇത്രയും കൂടുതൽ ഒരു കരിസ്മയോടെ നമ്മൾ അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തുന്നതെന്ന് അറിയാം. അപ്പൊ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ നോട്ട് ചെയ്ത സാറിന്റെ ഹാൻഡ് ജസ്റ്റേഴ്സ് ആണ്. ആ ഇപ്പൊ എന്താ കടലിന്റെ മേലെ കൂടെ പോണം എന്ന് പറയുന്നതേക്ക് കൈകൾ ഇങ്ങനെ സൂം ചെയ്ത് ക്യാമറയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടായി. അപ്പോൾ അതിന്റെ ടെക്നിക്ക് ഞങ്ങൾക്ക് കൂടെ ഒന്ന് വർദ്ധിപ്പിക്കാനുള്ളത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? അതിൽ ഇപ്പൊ നമ്മള് ഇത്രയേ ഉള്ളൂ, നമ്മളെ കംഫർട്ട് ആയിരിക്കും, നമ്മളെ സബ്ജക്റ്റിൽ നമ്മൾ കംഫർട്ട് ആയിരിക്കണം. നമ്മൾ പറയുന്നത് ഇതുപോലെ ഇപ്പൊ അനൂപ് സാർ ചോദിച്ച ചോദ്യമൊക്കെ അല്ലേ, അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റഡീഡ് തന്നെ ആയിരിക്കും. വെറുതെ പത്രത്തിൽ സുഭാഷ് ചന്ദ്രബോസിനെ അറിയാതെ നമ്മൾ സംസാരിക്കും, അറിഞ്ഞ കാര്യങ്ങളെ നമ്മൾ സംസാരിക്കും. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കംഫർട്ട്നെസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇവിടെ വരും, കൈ ഇവിടെ വരും. ഓക്കെ, അമ്മ എന്ന് പറയുമ്പോൾ അമ്മ ഹൃദയത്തിൽ നിന്ന് വരും, അമ്മ. ഓക്കെ, അങ്ങനെ ആ പെൺകുട്ടി ഉള്ളിലോട്ട് പോയി എന്ന് പറഞ്ഞാല് നമ്മളത് വിഷ്വലൈസ് ചെയ്യണം, ആ കുട്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ അത് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ ആ പെൺകുട്ടി വളകിലക്കി ഓടിപ്പോയത് എന്റെ ഭാവനയിലൂടെയാണെന്ന്, അവള് പോകുന്നത് ഞാൻ ശരിക്കും കണ്ടു. അതെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ആ സബ്ജക്റ്റിനോട് നമുക്ക് തെറവാണ്, നമ്മൾ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്, കളവ് പറയുന്നില്ല, സത്യസന്ധമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഹാൻഡ് ജസ്റ്റേഴ്സ് വരും, പോസ് വരും. ആ കുട്ടി അങ്ങനെ മുത്തശ്ശ, അവിടെ ഞാൻ പോസ് ചെയ്യാണ്. അപ്പൊ മുത്തശ്ശ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്യണം എന്താണ് ഈ കുട്ടി പറയാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആ മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നവർ നിങ്ങളെല്ലാവരും വരികയാണ് എൻ്റെ കൂടെ. എന്നിട്ടാണ് ഞാൻ പറയുന്നത് വായനശാലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാതോർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഇത്തരം ടെക്നിക്കുകൾ, പോസ്, പഞ്ച്, പിച്ച്, ഉയർത്തി പറയാം. നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഡെബിറ്റ് റിസീവർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഫേമായിട്ട് പറയേണ്ട ഒരു കാര്യം. ഓക്കെ, അങ്ങനെ പല സ്ഥലത്തും ഉയർത്തി പറയും, ചിലത് താഴ്വ പറയും, ചിലത് കഥ പറയുന്ന പോലെ പറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക കാരണമാണ് നമുക്കിതെല്ലാം പറയാൻ കഴിയും. അപ്പൊ അതാണ് അതിന്റെ ടെക്നിക്കുകൾ. കുറച്ചും കൂടി വിശാലമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 45 മിനിറ്റിന്റെ ഒരു സെഷനാണ്. ഇപ്പൊ അത് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഇരുന്നു. ഈ 1 മണിക്കൂർ വെറും കാര്യം മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കില്ല, നിങ്ങളൊക്കെ പലരും പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവസാനം പറയും ഞങ്ങൾക്കൊന്നും കൂടുതലായിട്ടൊന്നും കിട്ടിയില്ലേ സെഷനിൽ നിന്ന്. നമ്മൾ പറയേണ്ടത് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ നമ്മൾ കൊടുക്കാനുദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ചില ടെക്നിക്കുകൾ, പേഴ്സണൽ സ്റ്റോറി, സപ്പോർട്ടിങ് സ്റ്റോറി. ഇതിൽ സപ്പോർട്ടിങ് സ്റ്റോറി വന്നിരിക്കുന്നത് മാർഗ്രറ്റിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെ ഒക്കെയാണ് സപ്പോർട്ടിങ് സ്റ്റോറീസുകൾ. ബാക്കിയൊക്കെ പേഴ്സണൽ സ്റ്റോറീസ്. ഇത് കൊണ്ടുവരണം. പിന്നെ കഥകൾ പറയുമ്പോൾ കഥകൾ പറയുന്ന രീതിയിൽ പറയണം, വോയിസ് കൂട്ടണം. മൊണോട്ടണസ് ആവാനേ പാടില്ല, ഒരേ ടോണിൽ ഇങ്ങനെ സംസാരിച്ചു പോകാനേ പാടില്ല. വേവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓഡിയൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. മാഡത്തിന് കുറെ ക്ലിയർ ആയി ഉണ്ടാവും ചെയ്യുന്നത്. ക്ലിയറായി സാറേ, ക്ലിയറായി. അത് ഇതില് പറഞ്ഞ പോലെ തന്നെ, സാർ പറഞ്ഞ പോലെ തന്നെ വേർഡ്സ്, വോയിസ്, അതേപോലെ ടോൺ, ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് എല്ലാം അതിൻ്റെ എന്താ പറയുക കറക്റ്റായ രീതിയിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇൻവോൾവ്മെൻറ്റോടെ ഇരുന്നത്. ആ ഒരു പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വളരെ ആപ്റ്റായിട്ടാണ് അതിലുണ്ടായിരുന്നത്.
കാരണം നമുക്കൊരു സിനിമ പറഞ്ഞതുപോലെ നമുക്കൊരു അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നതേയില്ല. ടൈം കഴിഞ്ഞു എന്ന് സിനിമ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഓർത്തത് അത്രയും ടൈമായി. പക്ഷെ അതിനുള്ളിൽ നമുക്ക് ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് പേഴ്സ് സർ തന്നു എന്നുള്ളത് വളരെ ഒരു എന്താ പറയാ, വളരെ അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആലോചിക്കായിരുന്നു, സാറിന്റെ ആ ഒരു ലൈഫില് ആ ഒരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഓരോ നിമിഷവും ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് സാറിന്റെ അത് വരുമ്പോൾ. സത്യമായിട്ടും ഈ ഒരു ക്ലാസ് കൊണ്ട് ഒരുപാട് നല്ല പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല മൂല്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. സാബിറത്ത് മാഡത്തിനൊന്നും പറയാനില്ലേ? സാറിന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് സാറ് തല കൊണ്ടല്ല സംസാരിച്ചത്, സാറ് ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത്. അപ്പം അതുകൊണ്ടാണ് അത്രയും ആ ഒരു തലത്തില് അങ്ങോട്ട് എത്തിയത്. ഇപ്പോ നമ്മളിപ്പോ സാറ് പറഞ്ഞല്ലോ, ഇപ്പൊ സിനിമ പറഞ്ഞു ടൈം കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഇതാക്കിയത്. നമ്മളിപ്പോ ഒരു കാര്യം പാഷനായിട്ട് ചെയ്യുമ്പം ആ ടൈം നമുക്ക് മനസ്സിലാവില്ല ഇത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ സാറ് ആ ഒരു രീതിക്കാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. അപ്പൊ സാറിന്റെ പാഷനാണ് സാർ ഉള്ളിൽ നിന്നാണ് എടുത്തു കൊടുത്തത്, ആ ഒരു നമുക്ക് തന്ന ആ ഒരു രീതി. അപ്പം ശരിക്കും പറയാൻ വെച്ചാല് പ്രസന്റേഷൻ സ്കില്ല് പഠിപ്പിക്കുമ്പം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിലുപരി ഒരു ലീഡ് ബൈ എക്സാമ്പിൾ അത് കാണിച്ചു തരാണ് നമുക്ക് ഇവിടെ തന്നത്. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അങ്ങനെയാണ് ആ ഒരു ഇമിറ്റേഷൻ. അപ്പൊ നമ്മളെ കുട്ടികളോട് ഒരിക്കലും ഇത് അത് ചെയ്യെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ചെയ്യില്ല. പക്ഷെ നമ്മൾ എന്താണോ ചെയ്യണത് അതാണ് അവർ ചെയ്യാം. ആ ഒരു ലീഡ് ബൈ എക്സാമ്പിൾ. അപ്പൊ അതുപോലെയാണ് സാർ ഇവിടെ പ്രസന്റ് ചെയ്തത്. അപ്പൊ അതിലുള്ള പേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആ ഒരു വാല്യൂസ്. എനിവേ ഒരുപാട് താങ്ക്സ് ഉണ്ട് സർ. നമ്മള് ഇപ്പൊ ഡെലിവറിയാണ് ഏറ്റവും പ്രധാനം. ഒരു സബ്ജക്റ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഡെലിവറി എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യും. വെറുതെ ഇപ്പൊ നിങ്ങളെല്ലാവരും ട്രെയിനേഴ്സും അല്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കാം, പല മേഖലകളിൽ വളരെ പ്രമുഖരായ ആൾക്കാരായിരിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് കിട്ടണം. അവർക്ക് കിട്ടാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് അവർക്കും അറിയണം എന്നുള്ള രീതിയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, എപ്പോഴും അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിഞ്ഞുകൊണ്ട് അവർക്കെല്ലാം അറിയണമെന്നില്ല. ഓക്കെ, ആ രീതിയിൽ പോകുമ്പോഴാണ് ഡെലിവറി വളരെ. നിങ്ങളുടെ മൊഡ്യൂള് റെഡിയാണ്, ഇപ്പൊ ഇതന്നെ ഈ പേഴ്സിനെ 50 എണ്ണം ആക്കാൻ നോക്കും, 50 എണ്ണം ആക്കാം. പക്ഷെ 50 എണ്ണമായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ 1 മണിക്കൂറിൽ എത്ര എണ്ണം കൊടുക്കാം അത് നമ്മൾ കണക്കാക്കും. അത് കണക്കാക്കിയിട്ട് അത് എപ്പോഴും കണ്ടന്റ് മുകളിലായിരിക്കും. കണ്ടന്റ് ഒരു 70% ആണെങ്കിൽ അത് താഴെ ആയിരിക്കണം പേഴ്സണൽ സ്റ്റോറീസും അതുപോലെ സപ്പോർട്ടിങ് സ്റ്റോറീസ്, എക്സാമ്പിൾസ്, കോട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ റിച്ച് ആക്കണം. വെറും കണ്ടന്റ് 100 കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതിന് ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു പപ്പടം, നമ്മൾ പപ്പടം ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. അതിങ്ങനെ കുറച്ച് വെച്ചാൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇതായിരിക്കും. അപ്പൊ 100 എണ്ണം 1 മണിക്കൂർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 100 പപ്പടം പോലെ അങ്ങനെ. പുട്ട് നമുക്ക് രാവിലെ കിട്ടുന്നതാണ്. പുട്ട് 4 എണ്ണത്തിന്റെ ഒരു പുട്ടിന്റെ ഇടയ്ക്ക് നാളികേരത്തിട്ടിട്ട് അതിന്റെ പിന്നെ ഒരു പുട്ട് വരും, പിന്നെ അതിന്റെ ഒരു നാളികേരം വരും. അപ്പൊ അത് ജാമാണ്, പാക്കഡ് ആവും. നമ്മള് കൂടുതലും പുട്ട് കഴിക്കുന്ന, ഞാനൊക്കെ പുട്ട് കഴിക്കുന്ന നാളികേരം എന്നുള്ള കാര്യങ്ങളൊക്കെ അതെടുത്ത് കഴിക്കാം. ഇടയ്ക്ക് വൈഫിന്റെ അടുത്ത് കുറച്ചെടുത്ത് ഇതിൽക്കിടും കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മളെ സ്റ്റൈല്. ഇതെല്ലാം അത്യാവശ്യമാണ്. പേഴ്സണൽ സ്റ്റോറി ഇതൊന്നും ഇല്ലാതെ നമുക്കൊരു സെഷൻ എടുക്കാൻ പറ്റില്ല. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങൾ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുക ടോമി മാസ്റ്റർ ഉണ്ടായിരുന്നു. ടോമി മാസ്റ്റർ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷാണ്. ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരും, വോളിബോൾ കളിക്കും, ബാഡ്മിൻ്റൺ കളിക്കും. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാറാണ്. എപ്പോഴും ഇൻട്രാക്ട് ചെയ്യും. പക്ഷെ സാറ് പഠിപ്പിച്ച എനിക്ക് ഞങ്ങൾ കുട്ടികൾക്ക് അത്ര മനസ്സിലാവില്ല. അതിൻ്റെ ഇടയിൽ സാറ് വേറെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഒരു മാധവ മാഷ് വന്നു. മാധവ മാഷ് വന്നപ്പോൾ അത് കാരണമാണ് ഞങ്ങളൊക്കെ ജയിച്ചെന്ന് തന്നെ പറയും. വളരെ രസകരമായിട്ട് അധികം കുറച്ച് പഠിപ്പിച്ച് അതിൻ്റെ ഇടയിൽ വീട്ടുകാര്യങ്ങൾ ചോദിക്കും, പല കാര്യങ്ങളും ചോദിക്കും. അങ്ങനെ രസകരമായിട്ട് പഠിപ്പിച്ചു പോയി. അപ്പൊ ആ മാധവ മാഷ ശൈലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോമി മാഷ് ആളുടെ ശൈലിയല്ല. കൂടുതൽ കുറച്ചും കൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. താങ്ക് യു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാറിനോട്? ഹായ് സാർ, സോറി അതിന്റെ അടുത്ത് ഡിസ്ട്രാക്ഷൻ. മോള് സാർ എനിക്ക് ക്ലാസ് ഞാൻ കേട്ടിട്ട് ഫസ്റ്റ് തൊട്ട് കേട്ടിരുന്നു. എനിക്ക് നന്നായി സംസാരിച്ചോളൂ. എനിക്ക് കേൾക്കാൻ. സാറ് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ നമ്മള് ഒരു ട്രെയിനേഴ്സ് ഒക്കെ നമ്മളെ ക്ലാസ് എടുക്കുന്ന രീതി, നമ്മള് ലാസ്റ്റ് ടൈം വരെ ആ ഒരു ഓഡിയൻസിനെ അവിടെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അവിടെ നമ്മൾ എടുക്കുന്ന ക്ലാസ്, നമ്മളെടുക്കുന്ന ആ രീതി, നമ്മളെ സ്റ്റൈല്, നമ്മളൊരു കോട്ടൊക്കെ ഇട്ട് ഇപ്പൊ ഞാനൊക്കെ അധികം ട്രെയിനിങ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് സ്യൂട്ടൊക്കെ ഇട്ട് നല്ല ഒരു സാറ് പറഞ്ഞപ്പോ തന്നെ ടൈം പോകുന്നത് നമ്മൾ അറിയില്ല. ക്ലാസ് എടുക്കുന്നത് ഒരു 1 hour ക്ലാസ് ചിലപ്പോൾ നമ്മള് 2 hour വരെ പോകും. അവർക്ക് ഇരിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ അവര് നന്നായിട്ട് ഇരിക്കുന്ന വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ ഒരു ക്ലാസ് കൊടുത്ത എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് സന്തോഷം കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 hour ക്ലാസ് പറഞ്ഞിട്ട് വുമൺ എംപവർമെന്റ് ആയിരുന്നു ക്ലാസ് പറഞ്ഞത്. പക്ഷെ ഞാൻ കലർത്തിയിട്ട് കുറച്ച് കാര്യങ്ങള് പറഞ്ഞ സമയത്ത് അതിലുള്ള കുറച്ച് പിന്നെ വോയിസ് ഉള്ളതിനും അവര് ലാസ്റ്റ് വരെ ഇരുന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഭയങ്കര അഭിപ്രായം, മാമിന് കുട്ടികളെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട്, മാമിന് ഓഫ്ലൈൻ ക്ലാസ് വെക്കാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര സന്തോഷം. വെച്ചാല് നമുക്ക് സാറ് പറഞ്ഞത് നമ്മുടെ കയ്യിന്റെ ആക്ഷൻസ്, നമ്മൾ പറയുന്നത്, അതുപോലെ നമ്മളൊരു ചിരിയൊക്കെ ഓർക്ക് നന്നായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വീഡിയോ നമ്മൾ ഓൺ ആക്കി വെക്കുന്ന നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ വീഡിയോസ് ഓൺ ആക്കിയിട്ടില്ലെങ്കിലും നമ്മളെ ആ ഓഡിയൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു ചിരിയോടാണ്, സാർ പറഞ്ഞ പോലെ ഒരു മാസ്റ്റർ പീസ് നമ്മളെപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ചിരിയോടാണ് ക്ലാസ് എടുക്കാറ്. സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഹാപ്പിനെസ്സിൽ ക്ലാസ് എടുക്കാന്നുള്ളത്. അപ്പൊ സാർ ആ ഒരു മൂഡിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അധികം കണ്ടിട്ട് അവർക്ക് ഒരു ഉഷാറുണ്ടാവില്ല. ഇരിക്കുമ്പോ കുറച്ചേരം കേട്ടിട്ട് മതി, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാന്നുള്ള രീതിയിലാണ് ആളുകൾ ഇരിക്കുക. അപ്പൊ പക്ഷെ എനിക്ക് ആ ഒരു ഇതുവരെ ട്രെയിനിങ് ക്ലാസ്സസ് എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആണ്. ഹാപ്പി ഫീഡ്ബാക്സ്, 58 കുട്ടികളുടെ ഫീഡ്ബാക്സ് ആണ് അതിൽ എനിക്ക് വന്നത്. അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ സാറ് പറഞ്ഞ ശരി, കറക്റ്റ് നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ എടുത്തു പോയാൽ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇപ്പൊ സാർ മാം പറഞ്ഞു, സാർ ആ പാലത്ത് മുമ്പോട്ട് പോകുന്നപ്പോ കൈ ഇങ്ങനെ വന്നു. ശരിക്കും നമ്മളെ കൈ ഇങ്ങനെ ആക്കുന്ന ആക്ഷൻസ് വരെ അവർ ശ്രദ്ധിക്കും ക്ലാസ് എടുക്കുമ്പോൾ. നമ്മളെ ട്രെയിനേഴ്സിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ കൈയിന്റെ ആക്ഷൻസ്, നമ്മളെ മുഖത്തിന്റെ ഭാവം, നമ്മളെ ഡ്രസ്സിങ്, അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും സാറിന്റെ ഈ ക്ലാസ് ഭയങ്കര അടിപൊളി ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. ഇതുപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ സാർ ഒരു പേൾ ആയത് എങ്ങനെയെന്നുള്ള ജേർണിയാണ് സാറ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് തൊട്ട് കാണിക്കുന്നത്, ചെറുപ്പം മുതലുള്ള കാര്യം തൊട്ട്. അപ്പൊ അതിൽ ഓരോരുത്തരും പേള് തന്നെയാണ്. അപ്പൊ നമ്മൾ കണ്ടെത്തി നമ്മൾ ആ ഒരു രീതിയിൽ വരാൻ നമ്മൾ ശ്രമിക്കും ഇൻഷാല്ലാ. സാറിന് പറഞ്ഞു, ഞാനൊരു ഹൗസ് വൈഫ് ആയിരുന്നു. ഈ ലെവലില് ഈ ട്രെയിനിങ് ഫീൽഡിലേക്ക് ഞാൻ വന്നിട്ട് ഒരു 1 year ആകുന്നുള്ളൂ. അപ്പൊ സാറിന് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പൊ ഞാൻ എന്തൊരു കാര്യം മറ്റുള്ളവർ നമ്മള് ആദ്യം ചിന്തിക്കാൻ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ട് അത് ഒരിക്കലും ഇപ്പൊ ചിന്തിക്കില്ല. സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാണ് ചെയ്യുന്നത്. ഇപ്പൊ പഠിക്കാനാണെങ്കിൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. പണ്ട് പെട്ടെന്ന് മാരീഡ് ആയതിനെ കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. സാർ നമ്മള് ഒരു പേളാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും.
അത്രയും അമ്മക്ക് അവിടെ ഒരു സക്സസ്ഫുൾ ലൈഫും സക്സസ്ഫുൾ കരിയറും അതുപോലെ ഇത്രയും സിനിമ മാമിനെയും സബരത് മാം അനുപേട്ടനൊക്കെ പോലുള്ള കോണ്ടാക്ട്സ് ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ സാറ് പ്രത്യേകിച്ച് പറയുന്നത് സാറിനെ പോലുള്ള ഒരാളെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ടൊക്കെ പോകാനുള്ള ജേണി നമ്മൾ തിരഞ്ഞെടുത്തതിനെ കൊണ്ട് മാത്രമാണ്. സാർ ആ ഒരു ജേണി നമ്മൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഓരോ വഴികളും നമുക്ക് വിലപ്പെട്ടതാണെന്ന് സാറ് കാണിച്ചു തന്നു. താങ്ക് യു സോ മച്ച് സാർ. മാഡത്തിന്റെ ഇതിൽ എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായിട്ടാണ് മാഡം സംസാരിച്ചത്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ട്രെയിനർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റി മാഡം ഇവിടെ പറഞ്ഞു. ചിരി അങ്ങനെയുള്ള കാര്യങ്ങൾ, വിഷ്വലൈസേഷൻ. അപ്പൊ ഇതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഇതുപോലെ കണ്ടന്റ് നമ്മളെല്ലാം റെഡിയാണ്, അത് ഡെലിവറിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഡെലിവറിയാണ് പ്രധാനം. അപ്പൊ ഇതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പൊ നമ്മുടെ കണ്ടന്റില് ചിലപ്പോൾ വളരെ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായി, ചിലത് വളരെ ഈസി ആയിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഇന്ററാക്ഷൻസും ഇതുപോലുള്ള അനുഭവ കഥകളും ടച്ചിങ്ങും ഒക്കെ കൊണ്ടുവന്നിട്ട് അതിനെ ലൈവാക്കി നിർത്തുന്നത്. ഇപ്പൊ ഇതില് നമ്മളെ കൂടെ ഓഡിയൻസ് വന്നു കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഞ്ച് ചെയ്തിട്ട് പോവാം. അപ്പൊ അങ്ങനെ പഞ്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തോന്നുകയാണ് അവര് വിട്ടു പോകുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഉടനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലാതെ വേറൊരു സ്ലൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കൊണ്ടുവരേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ കൊണ്ടുവന്നാൽ വീണ്ടും അവർ നമ്മുടെ കൂടെ വരും. അപ്പൊ ഇതിൽ ഞാൻ ഇന്ററാക്ഷൻ ചെയ്തത് തുടക്കത്തിൽ മാത്രം നിങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ അമ്മയുടെ ആ ചിത്രം കാണിക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് ഉറപ്പാണ് പിന്നെ നിങ്ങൾ വിട്ടുപോകില്ല. ആൾക്കാർ പോയിട്ടുണ്ടാവും മറ്റുള്ള തിരക്ക് കാരണമാണ്. പിന്നെ പഞ്ച് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് വെള്ളം കുടിക്കാനൊക്കെയാണ് ഞാൻ ഇന്ററാക്ഷൻ ചെയ്തത്. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. എവിടെയാണ് നമുക്ക് ഇതിന് ഓഡിയൻസിനെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പേഴ്സിന്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവന്ന്, പിന്നെ അതിൻ്റെ അടുത്ത് എൻ്റെ ലവാണ്, പിന്നെ മാർഗരറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? ഞാൻ ആ സ്ലൈഡ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എൻ്റെ ലവ് കഴിഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ പരിസമാപ്തി കാണിച്ചാല് തീർന്നു. അവിടെ ഞാൻ കാണിക്കാൻ പാടില്ല. അവിടെ ഞാൻ എത്തിക്സിനെ കൊണ്ടുവരാണ്. അതിന്റെ ഇടയിൽ അപ്പൊ നിങ്ങളെല്ലാം ആകാംക്ഷയോടെ ഇതെന്തായി, ഈ ലവ് എന്തുണ്ടായി, അതാണ് നിങ്ങളുടെ മനസ്സിൽ. പിന്നെ എത്തിക്സും കഴിഞ്ഞിട്ടാണ് ഞാൻ ലവ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്ലൈഡ് സെലക്ഷൻ ടെക്നിക്സുകൾ നമ്മൾ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അത്തരം വിഷ്വലൈസേഷൻ കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് ഇത് കളർഫുൾ ആവുന്നതും നമ്മൾ സക്സസ്ഫുൾ ട്രെയിനറായിട്ട് വരുന്നത്. പിന്നെ ജുൽന മാഡത്തിനോട് ഒരു ഇമ്പ്രൂവ്മെന്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഒരു ഇമ്പോർട്ടൻറ്റ് VIP വന്നിരിക്കുകയാണ്. നമ്മളൊരു VIP ആയിട്ട് നിങ്ങൾ കാണണം. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ ഫോൾട്ടുകൾ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ പറയരുത്. അതെവിടെ പറയണം? നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിൽ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ നന്നായോ, ഇങ്ങനെ പറയാമോ. ഓക്കെ, നമ്മൾ ഒരു ഉത്തരവാദിത്തം ഏറ്റു കഴിഞ്ഞാൽ അത് നല്ല പോലെ കോൺഫിഡൻറ്റോട് കൂട്ടി ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമ്മൾ നമുക്ക് ഫീൽ ചെയ്യും ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്ത ഈ സെഷൻ, ഇത് ഞാൻ കുറേ ചെയ്ത സെഷനാണ്. ഇതിൽ ചില സ്ഥലത്ത് ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലത്ത് ഞാൻ കസറി പോയിട്ടുണ്ട്. ഓക്കെ, അടുത്തതിൽ വേറെ ആയിരിക്കും. അപ്പൊ തന്നെ എനിക്കറിയാം ഞാനിവിടെ ഫെയിലിയർ അല്ല, ഞാൻ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സ്ഥലത്ത്. നിങ്ങൾക്കത് അറിയില്ല. ഞാൻ എവിടെ കസർത്തി പോയെന്നുള്ളത് അത് നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. അപ്പൊ സെഷൻ കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മളെ സെഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മുടെ സീറ്റിലേക്ക് പോകുമ്പോഴേക്കും ഇതൊക്കെ മനസ്സിൽ വരും. ഇതൊക്കെ മനസ്സിൽ വരുമ്പോൾ എൻ്റെ കൈ ഇവിടെ പോയത് കണ്ടില്ലേ, ഇതൊക്കെ മനസ്സിൽ പോയത്. അപ്പൊ നമ്മൾ റിക്കൺസിൽ ചെയ്യും. ഇന്ന സ്ഥലത്ത് ഞാൻ ഫെയിലിയർ ആയിരുന്നു, ഇന്ന സ്ഥലത്ത് ഞാൻ ഗംഭീരമായിരുന്നു. എന്നിട്ട് അടുത്ത സെഷനിൽ ഞാനിത് എങ്ങനെ കവർ ചെയ്യും എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തിയിട്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മുടെ മെന്ററോട്, നമ്മുടെ കൂട്ടുകാരോട്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറയും. സെഷനിൽ നമ്മൾ
ഇങ്ങനെയുള്ള ഇത് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പറയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ സിമി മാഡത്തിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റർലി എന്ന നിലയ്ക്ക് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ സെഷൻ നടക്കുമ്പോൾ വി ആർ ട്രാൻസ്ഫോം ടു ദാറ്റ് ഇതിലേക്ക്. നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞു. നല്ല ഡ്രസ്സും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇത്രയും സമയം പറഞ്ഞ ഒരു ഫിലിമിന്റെ ഇന്റർവെല്ലിൽ വരെയുള്ള സമയമാണ്. നമ്മൾ മാത്രം നോക്കിയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഡിസ്ട്രാക്ഷനും പുറത്ത് ജനല അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷനൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇതാവില്ല. ഇപ്പൊ ഞാൻ കോൺഫറൻസ് ഹാളിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓഫീസിലാവുമ്പോൾ പിന്നെ ആൾക്കാർ വരും, അങ്ങനെ ഉള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ ആ ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ അതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും. നമ്മൾ ഓരോ എഞ്ചിനും മുന്നോട്ട് പോകും. മാഡം തന്നെ പറഞ്ഞ പോലെ ഒരുപാട് ഇന്ററാക്ഷൻസും 52 കുട്ടികളൊക്കെ ഇന്ററാക്ഷൻ വന്നു പറഞ്ഞു. അതൊക്കെ അതിന്റെ സക്സസ്ഫുള്ളിന്റെ ഭാഗം. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച് സാർ. നമ്മളെ ഓരോ ആൾക്കാരും നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ടെന്നാണ് സാർ ഇപ്പൊ പറഞ്ഞു. ഇനി നമ്മളെ ഇതാകുന്ന സമയത്ത് നമ്മൾ ആ ഫോൾട്ട് പറയാൻ പാടില്ല എന്ന്. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ്സിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു MC ആവാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ ഫോൾട്ട് സാർ പറഞ്ഞ പോലെ എന്റെ ഉള്ളിലുണ്ടാവും. അത് ഞാൻ അവിടെ പറയാണ്ട് നിൽക്കാൻ ശ്രമിക്കുന്നല്ല, പറയില്ല എന്നുള്ളത് തന്നെ ഞാൻ തീരുമാനം എടുത്തപ്പോ സാറ് പറഞ്ഞ സമയത്ത്. അതുപോലെ സാർ ഞാനും ശ്രദ്ധിക്കാറുണ്ട് എന്റെ ഫോൾട്ട് ഉണ്ടെങ്കിൽ. പക്ഷെ പെട്ടെന്ന് ഞാൻ MC ആയിട്ടില്ല ഇതുവരെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്താ ഞാൻ തെറ്റിപ്പോവോ, പറയുന്നത് തെറ്റിയിട്ടുണ്ടോ, നമുക്ക് ആ ഒരു വെപ്രാളത്തിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞും പോയി. പറയണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ എന്റെ വായന്നത് പെട്ടെന്ന് വീണു. പക്ഷെ സാറ് പറഞ്ഞ ശരിയാ, നമുക്ക് ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ സാർ എനിക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. കാരണം നമ്മള് ഇത്രയും ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ഇത്രയും നമുക്കൊരു കാര്യം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുന്നോട്ട് പോകുന്ന വഴികളിൽ നമുക്കൊരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് സാർ. ഓഡിബിൾ ആണോ? ജ്വൽനറാമ, ഞാൻ പല സെഷനിലും ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്, ലേണിങ്ങിനോടുള്ള പാഷൻ അത്രയുണ്ട്. അപ്പൊ എവിടുന്ന് എന്തോ എടുത്തിട്ട് എല്ലാ വ്യക്തിയിൽ നിന്നും ജ്വൽനറ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് വിചാരിച്ച ഗോളിൽ തന്നെ എത്തും എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ, ഇന്ന് എന്റെ മകന് എന്നെ വിട്ടിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയ ദിവസം ആദ്യമായിട്ട് ചെയ്തു. 19 വർഷം ഇവൻ എന്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും. ഇന്ന് ഹോസ്റ്റലിലേക്ക് പോയ ദിവസമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുവാണ്, ഒരു അമ്മ എന്ന നിലയില് കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ, സാറിന്റെ അമ്മ മരിച്ചു പോയിട്ടൊക്കെ ഇപ്പൊ എത്രയോ നാളായി, എങ്കിലും ആ 5 വയസ്സോ 6 വയസ്സോ കാണുമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എടുത്തൊരു ഫോട്ടോ വെച്ചിട്ട് സാറിന് സെഷൻ എടുത്തപ്പം ഒരു ഭാഗ്യവതിയായ അമ്മ, ആ അമ്മയെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഒരു നല്ല അമ്മയാകുന്നതിന്റെ പ്രസക്തി കാലങ്ങൾ കഴിഞ്ഞാലും നമ്മളിങ്ങനെ ജീവിച്ചിരിക്കും എന്നുള്ള ഒരു വലിയ മെസ്സേജ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സെഷനിലൂടെ ഇന്ന് എനിക്ക് കിട്ടി പേഴ്സണലായിട്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. അതോടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. ഇതില് വേറൊരു കാര്യം നമ്മൾ റിലേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ സെഷനിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ ഓഡിയൻസിനെ അറിയണം. വന്ന ഉടനെ തന്നെ നമ്മൾ ഓഡിയൻസിനെ അറിയാം, ആരൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാം അറിയണം. നേരത്തെ പോകണം സെഷനിൽ. നമ്മുടെ ട്രെയിനിങ് സെഷനിൽ ഓഫ്ലൈനാണ് ഓൺലൈനിലും ആദ്യം വന്നിട്ട് എല്ലാവരെയായിട്ടൊന്ന് റാപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പേടി എല്ലാവർക്കും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇത്ര സ്പീക്കർ ആയാലും ആദ്യത്തെ ആ 1 മിനിറ്റ് വറീഡ് തന്നെ എല്ലാവരും. അപ്പൊ ആ വറീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്ന് സംസാരിക്കുക. ഇപ്പൊ ഉടനെ തന്നെ ട്രഷറായിട്ട് ഇൻട്രൊഡ്യൂസ് ഉടനെ തന്നെ എൻ്റെ ഹ്യൂമർ വരികയാണ്, മാഡത്തിന് നമ്പർ തരും, എനിക്ക് പൈസ ആവശ്യം ഉണ്ടാവും എന്ന് പറയും. അങ്ങനെയുള്ള ഇതൊക്കെ വരും. അതോട് കൂടിയിട്ട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളെ മുസ്ലിം സഹോദരികളെ കാണുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ സെഷൻ തുടങ്ങുന്നത് തന്നെ ഞാൻ പേളുകളുള്ള ഒരു സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നതാണ് പറയുന്നത്, മക്ക ആൻഡ് മദീന. അത് അപ്പോൾ റിലേറ്റ് ചെയ്തതാണ്, ഞാനത് പ്ലാൻ ചെയ്തതല്ല. അപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഉടനെ ഞാൻ റിലേറ്റ് ചെയ്തു, മക്കയും മദീനയായിട്ട് റിലേറ്റ് ചെയ്തു. അങ്ങനെയുള്ള ക്വാളിറ്റികൾ നമ്മളെ സെഷനിൽ മുഴുവൻ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മളെ കൂടെ കൊണ്ടുപോകാനായിട്ട് എടുക്കുന്ന ആത്മാർത്ഥതായിട്ട്. എല്ലാം ആത്മാർത്ഥതായിരിക്കണം, വെറുതെ പോളിഷ് വാക്കല്ല പറയുന്നത്. ആത്മാർത്ഥ എടുക്കുക. മക്ക മദീന പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് വരണം, അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന്റെ അപ്പൊ വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം, ഗുരുവായൂർ ആ അമ്പലത്തില് കൃഷ്ണൻ നിൽക്കുന്നത്. ഓക്കെ,
അപ്പൊ അതുമാതിരി റിലേറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ സമയം പോണത് അറിയില്ല. ഒരു ഫിലിമിന്റെ ഏകദേശം പകുതി സമയമാണ്. നമ്മൾ പല ഫിലിമും 10 മിനിറ്റ് കഴിയുമ്പോൾ ആൾക്കാർ ഇറങ്ങി പോകുന്ന കാണാം. ഇടയ്ക്ക് ഇന്റർവെല്ലിന് മുമ്പ് തന്നെ പിന്നെ അത്യാവശ്യം ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. അതെന്താ വെച്ചാൽ ആ എടുത്ത രീതി തെറ്റായേക്കാം, ആ മെസ്സേജ് കൺവേ ചെയ്യാനുള്ള രീതി തെറ്റായേക്കാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ, ആ ഡെലിവറി ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ട്രെയിനർ ആവാൻ പറ്റും. വലിയ കമ്മ്യൂണിക്കേഷൻ ലീഡർ ആവാം. കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയാ വെച്ചാൽ എൻ്റെ 2 പെൺമക്കളാണ്. 2 പേരും ഡാൻസും പാട്ടും പഠിപ്പിച്ച ആൾക്കാരാണ്. അവര് താല്പര്യമുള്ള ആൾക്കാരാണ്. അവർ നന്നായി പാടും, ഡാൻസ് ഒക്കെ ചെയ്യും. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ അതൊക്കെ ഷെൽഫിലാണ്. ഓക്കെ. നേരെ മറിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിത അവസാനം, ഞാൻ നേരത്തെ പറഞ്ഞ ഈശ്വരാന്ന് വിളിച്ച് ഉറങ്ങണ സമയത്ത് ഈശ്വരാന്ന് വിളിക്കുന്നത് വരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. അത് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നല്ല രീതിയിൽ നമുക്ക് ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഇവാലുവേഷൻ എന്നുള്ള കാര്യം പഠിക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം ഒരു പ്രോജക്റ്റ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ട്രെയിനർ ആകാൻ പറ്റും എന്ന് ഇപ്പൊ സാറ് പറഞ്ഞു നിർത്തി. അതാകുന്ന സമയത്ത് എനിക്ക് ഈ സെഷൻ കേട്ടപ്പോൾ ഇപ്പൊ എനിക്ക് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് സാറ് പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറയാവുള്ളൂ എന്നൊരു തീരുമാനം ഞാൻ എടുത്തോണ്ടിരിക്കുവാണ് ഈ സമയത്ത്. അതെന്റെ ഈ സെഷനിൽ നല്ലൊരു ടേക്ക് അവേ ആണ്. ഒന്നങ്ങോട്ട് വെക്കിയത് എന്താണ്? ഇറച്ചി മാത്രം എടുത്തുക്കണത്, ഇത് ചോറല്ല ഇറച്ചിയാണ്. മാനേജ് ചെയ്തിട്ട് ഇതിന്റെ അകത്തിരിക്കുകയാണ് ഹൃദയം ഇവിടെ, ശരീരം എവിടെ ആയിട്ടാണ്. കോഴിക്കോട് ഈ ഇറച്ചിയും മീനും ഒക്കെ വളരെ നല്ല രീതിയിൽ, എനിക്ക് കോഴിക്കോട്ടുകാര് കുറെ ഫാമിലി ഉണ്ട് ഇവിടെ. ഒരു ഫാത്തിമത്തൊക്കെ ഉണ്ട്, നല്ല ഇറച്ചിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ ഇതില് മാഡം പറഞ്ഞത് ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. എന്താ മാഡം പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ പറഞ്ഞാണോ സാറേ? അതെ. നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന കാര്യങ്ങൾ മാത്രം ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊരു തീരുമാനം. ഓക്കെ. അപ്പൊ ഇത് പറയുമ്പോ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് കോമേഴ്സ് അതിൽ ഞാൻ ഈ പറഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ അതിൽ എക്സ്പെർട്ട് ആയ കാരണം ഇപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. ഓക്കെ, ആ രീതിയിലേക്ക് എത്തി. 8 പേരുള്ള ഞങ്ങളുടെ ടീമിൽ 6 പേരും ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഞാനും ഒരു ശ്രീകുമാറും മാത്രമേ ബികോം. പക്ഷെ ഞങ്ങളൊപ്പം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ഒരു സബ്ജക്ട്, ഞാനൊരു ട്രെയിനറായിട്ട് മാറുമ്പോൾ ഒന്നുകിൽ കോമേഴ്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയും. അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്തിൽ എക്സ്പെർട്ടൈസ് ആണ് നിങ്ങൾ, അതായിരിക്കണം നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ എടുക്കാവൂ. അഥവാ വേറെ അതിനോട് ഇപ്പോൾ മെയിൻ ആയിട്ട് ഒരു സബ്ജക്റ്റ് വേറെ സബായിട്ട് 2 വരും. ലോകത്തിലുള്ള എല്ലാ സക്സസും പിന്നെ പേഴ്സണാലിറ്റിയും പിന്നെ മോട്ടിവേഷനും എല്ലാം കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഏതെങ്കിലും മെയിൻ ആയിട്ട് ഒന്ന് എടുക്കുക, അതിനോട് അഡീഷണൽ ആയിട്ട് 2 3 കൊണ്ടുവരിക, അത്ര എടുക്കാവും. എന്നിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ കംഫർട്ട് അല്ലെങ്കിൽ അതിനെ ബുക്ക് എടുത്ത് വായിച്ച്, ഇതുപോലെ ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെ അറിയാതെ നമ്മൾ സംസാരിക്കരുത്. ഇപ്പൊ അനൂപ് സാർ ചോദിച്ച പോലെ ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ആൻസറബിൾ ആണ്. അപ്പൊ അതിനെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ സെഷൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ട് ഏരിയയിൽ ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള സപ്പോർട്ടിങ് സ്റ്റോറീസ് കൊണ്ടുവരണം. എപ്പോഴും എല്ലാം ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടേക്ക് എത്തി, നമ്മുടെ ചരിത്രത്തിലേക്ക് എത്തി, ഒറ്റ വാക്കേ ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മൾ കേട്ട് പഴകിയ ഇതൊന്നും കൊണ്ടുവരും. കേട്ട് പഴകിയ എന്നും ഇപ്പോൾ ഒരേ കാര്യങ്ങളുണ്ട്. അബ്ദുൽ കലാമിന്റെ കൂട്ടുകൾ, ഇതൊക്കെ എന്നും ആൾക്കാർ പറയും. ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എന്നും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി. ഇത് അവരും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു, എല്ലാവരും തന്നെ പറയും.
അപ്പൊ നമ്മൾ കൊണ്ടുവരേണ്ടത് തീം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ സ്റ്റഡി ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കൂടെ തന്നെ അവർക്കൊരു പുതിയ നോളജാണ് അത്. അല്ലെങ്കിൽ അവർ പണ്ട് പഠിച്ച ഒരു കാര്യമാണ് ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധർ തിലക് എന്നൊക്കെ പറയുമ്പോൾ അവര് നൊസ്റ്റാളജിയിലേക്ക് പോവാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് കംഫർട്ടായിട്ടുള്ള സബ്ജക്റ്റ് പറയണം. അഥവാ നമുക്ക് കൂടെ നിൽക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അത് പഠിച്ചിട്ട് പറയണം. ഒന്നും അറിയാത്ത സബ്ജക്റ്റ് ആയത് പോവരുത്. പോയി കഴിഞ്ഞാൽ ഇതുപോലെ അനൂപ് സാറ് ചോദിച്ച പോലെ ചോദ്യങ്ങൾ വരും. നമ്മുടെ അവിടെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ദാറ്റ്സ് അവർ ഫെയിലിയർ. പിന്നെ പ്രാക്ടീസിനൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് സെഷനൊക്കെ എന്തും വേണമെങ്കിൽ എടുത്ത് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ നിങ്ങളുടെ അതിന് ഉള്ളിൽ മാത്രം കിടക്കുന്നു. പുറത്ത് പോണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുറത്തൊരു പ്രൊഫഷണലായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോറി. നമ്മൾ 8:48 ആയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നന്ദി പ്രകാശനത്തിലേക്ക് പോകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സബീറത്ത് മാം വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ക്ഷണിക്കുന്നു. സാറിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാനുള്ള ആ ഒരു എന്താ പറയാ, അത്രയും ഒന്നും ഞാൻ എത്തിയിട്ടില്ല. സോ ഒരുപാട് താങ്ക്സ് ഉണ്ട് സിനി മാം, ആനിഷംന മാം, അതേപോലെ ജുൽനര മാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായത് സാറിന്റെ ആ ഒരു ഇന്റൻഷൻ. അപ്പൊ സാറ് ഇവിടെ നമുക്ക് എല്ലാവർക്കും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. സാറിന് ആ ഒരു ഇന്റൻഷൻ അത്രയും പ്യുവറായിരുന്നു. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും വലിയൊരു ടേക്ക് അവേ ആയിട്ടുള്ളത്. നമ്മൾ എവിടെ എന്ത് ചെയ്യുമ്പോൾ ആ ഒരു ഇന്റൻഷൻ പ്യുവറായി കഴിയുന്ന സമയത്ത് അത് അവർക്കത് കിട്ടും എന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയി, പക്ഷെ എനിക്ക് എന്താ പറയാ, സാറിന്റെ ആ ഫുൾ കാര്യങ്ങള് കിട്ടാനുള്ള ആ ഒരു ഇത് കിട്ടി. അപ്പൊ ഒരുപാട് എന്റെ ആസ് എ പേഴ്സൺ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതേപോലെ കോഴിക്കോട് KCTTUയുടെ ആ ഒരു പേരിലും നമുക്ക് സാറിനെ കിട്ടിയ, സാറിന്റെ ആ ഒരു തിരക്കിനിടയിൽ സാർ ഇവിടെ വന്ന് ഇത്രയും നമ്മളോട് സംസാരിച്ച്, അപ്പം 1 hour എന്ന് പറഞ്ഞിട്ട് സാർ ഇത്രയും നമുക്ക് ഡെലിവർ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ. അപ്പം ഇനിയും നമുക്ക് ഓരോ പരിപാടികളിലേക്കും എന്താ പറയാ, സാറ് എന്ന് പറയുമ്പോൾ ഇനി എല്ലാരും എന്തായാലും വരും. സാറിന്റെ ആ ഒരു പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ റെക്കോർഡിങ്സ് എന്തായാലും ഉണ്ട്, അപ്പൊ എല്ലാവർക്കും അത് കിട്ടും. അതേപോലെ നമ്മളുടെ ഇവിടെ ഉള്ള സിനി മാമിനും അനി മാമിനും അതേപോലെ ജുൽനാര മാം, എല്ലാ ഇതിലെ ഓരോ ആൾക്കാർക്കും ഞാൻ താങ്ക്സ് പറയാണ്. അപ്പൊ സാറിന് ഒരുപാട് താങ്ക്സ്. ദെൻ അനൂപ് സാർ ഉണ്ട്. അപ്പം അനൂപ് സാറിന് സാറിന്റെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മളെ ഡൗട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത്. എനിവേ ഒരുപാട് താങ്ക്സ് ഉണ്ട് സർ. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സാറിന് നൽകുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. വന്നവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ് കിട്ടി. എനിക്ക് ഇന്നത്തെ ഈ ആദ്യത്തെ ഒരു അവസാനത്തെ ഒരു 3/4 മണിക്കൂർ ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു, എല്ലാവരും ഒന്ന് പുറത്തൊക്കെ പോകുന്ന ദിവസം ആയതുകൊണ്ടായിരുന്നു. എക്സ്ക്യൂസുകളുടെ ഒരു 15 എനിക്ക് വന്നു. പേഴ്സണലി വെരി സോറി എന്ന് പറഞ്ഞ്. അപ്പോൾ അവരുടെ തിരക്കിൻ്റെ അകത്ത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പേഴ്സ് പോയി എന്നുള്ളൊരു സങ്കടമുണ്ട്. ബാക്കി ഐ ആം ഓക്കെ. വന്നവർക്ക് ഹൃദയം നിറച്ച് കിട്ടി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ആനി മാം, സബീർത്ത് മാം, ദിനറ മാം, നഫീസ മാം, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യല്ല. ഞാൻ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, 2020 ഞാൻ നാട്ടിൽ വരാത്ത
ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ അടുത്ത് വരാൻ പറ്റുമെന്ന് തോന്നണില്ല, ഞങ്ങളുടെ ടീം വർക്ക് അങ്ങനെയാണ്. പക്ഷെ കമ്പനി നല്ലപോലെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എല്ലാ വിധത്തിലും. മാനസികമായിട്ടും ഒരുപാട് നമ്മളെ ടേക്ക് കെയർ അവർക്കറിയാം. പക്ഷെ നമ്മൾ കമ്മിറ്റഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ പേളുകളൊക്കെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ആ മൂല്യം അത് അവരെ കൂടെ തന്നെയാണ് ഞങ്ങളും, അവർ ഞങ്ങളുടെ കൂടെ തന്നെ. അപ്പോൾ നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എനിക്ക് കോഴിക്കോട് ഭാഗത്ത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടിയും പറയാണ്. ഇപ്പൊ ജുൽന മാഡം പറഞ്ഞതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതും കൂടി പറഞ്ഞിട്ട് നിർത്തും. നമ്മൾ ഓഡിയൻസിനെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സെഷനാണ് സൂമിൽ നടക്കുന്നത്. അതേ സമയത്ത് ഓൺ ഫ്ലോറിൽ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും കാണാം, ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ഇപ്പൊ ഐ കോണ്ടാക്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 25 ആളുള്ള ഒരു സെഷൻ ആണെങ്കിൽ അതിനെ 5 ആയിട്ട് തിരിക്കുക, 5 ആളുകളായിട്ട് തിരിക്കുക. ഈ ഭാഗത്ത് കുറച്ച് ആൾക്കാർ, ഈ ഭാഗത്ത് കുറച്ച് ആൾക്കാർ, പിന്നിലൊരാൾക്കാർ, ഫ്രണ്ടിൽ, അങ്ങനെ തിരിക്കണം. എന്നിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അതിലൊരാളെ നമ്മൾ നോക്കി അതിന്ന് സ്മൂത്തായിട്ട് അടുത്ത സെഷനിലേക്ക് പോയി അവിടുന്ന് സ്മൂത്തായിട്ട് എല്ലാവരെയും നമ്മൾ ഓരോ തവണ നോക്കി വീണ്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതൊരു ഐ കോണ്ടാക്ടിന്റെ വലിയൊരു ടെക്നിക്കാണ്. നമ്മുടെ എനർജി ഇങ്ങനെ കൂടി വരും. ഒരിക്കലും താഴെ നോക്കരുത്. എല്ലാവരും നോക്കി സംസാരിക്കുമ്പോൾ അവരുടെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ടാവും, സ്മൈൽ ചെയ്യുന്നുണ്ടാവും, ഇടയ്ക്ക് തലയിട്ടൊന്നിന് ആട്ടുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് എനർജി കൂട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ഇത് വരും. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാർ ഇപ്പൊ മൊബൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെ ശ്രദ്ധിക്കാതിരിക്കും, മറ്റുള്ള ആളുകളെ മാത്രം ശ്രദ്ധിച്ചിട്ട് ക്ലാസ് എടുക്കുക. അപ്പൊ അങ്ങനെ ഐ കോണ്ടാക്ട് കിട്ടുന്ന ഏരിയ ആണ് ഓൺ ഫ്ലോർ. ഇവിടെ നമുക്കത് കിട്ടുന്നു. അപ്പൊ മാഡം പറഞ്ഞ പോലെ വിഷ്വലൈസേഷൻ ആണ് പ്രധാനം. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ 4-5 ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും. ഒരിക്കലും അവരെ നോക്കിയിട്ട് സംസാരിക്കില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ചെരിഞ്ഞായിട്ട് നമ്മൾ ക്യാമറേനെ നോക്കണം. ഇതിന്റെ ക്യാമറയിൽ നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഞാൻ നിങ്ങളെ നോക്കിയിട്ടാണ്. അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, ക്യാമറ. എന്നിട്ട് നമ്മൾ മുന്നിൽ സിനി മാം ഉണ്ട്, ജ്വല്ലറി മാൻ ഉണ്ട്, സബിറത്ത് മാൻ ഉണ്ട്. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് അവരെ ചിരിക്കുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സംസാരിച്ചിട്ട് പോവുക. അതാണ് സൂമിലെ വിഷ്വലൈസേഷൻ. ഒരിക്കലും ഇങ്ങോട്ട് നമ്മൾ നോക്കണം എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ററാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അന്ന് 1-2 ആൾക്കാരെ എടുക്കുക, വീണ്ടും പഠിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാം അവരെ ഇരിക്കുന്നുണ്ടെന്നുള്ള ഇതിൽ നമ്മളിങ്ങനെ കൺവേ ചെയ്തു. അപ്പൊ അതാണ് ഒന്നും കൂടി ഞാനിപ്പോഴാണ് ഓർത്തത് പറയുന്നത്. അതർവൈസ് ഐ എൻജോയ് ദിസ് സെഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ആൻഡ് നിങ്ങളുടെ സമയത്തിന് ഒരുപാട് സന്തോഷം. എന്നെ കേൾക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേറൊരു പേളാണ്. ഓക്കെ, അപ്പോൾ കാണാൻ കഴിഞ്ഞതിലും സംവദിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. Yes, sir.